കൊയ്ത്തുകാലത്തെ മഞ്ഞ് രണ്ടാം ഭാഗം. ബഹളം കേട്ട് ഓടി വന്ന ശിവൻകുട്ടിയുടെ ശരീരത്തിൽ ജെറി കൂട്ടിയിടിച്ചു. ജെറി, മുറിയിലേക്ക് പൊയ്ക്കോ, വാതിലടച്ചോളൂ, ശിവൻകുട്ടി പെട്ടെന്ന് പറഞ്ഞു. ശിവൻകുട്ടി എന്താണ് പറഞ്ഞതെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കിയില്ല. ജെറി തന്റെ മുറിയിലേക്ക് ഓടി. അവൻ കള്ളനാണേ, അവന് വിടരുതേ. തറയിൽ വീണ കുര്യച്ചൻ ഉരുണ്ടു പിടഞ്ഞ് എഴുന്നേൽക്കുന്നതിന്റെ ഇടയിൽ ഒച്ച വെച്ചു. കുര്യച്ച, എന്താ ഇത്? ശിവൻകുട്ടി അയാളെ പിടിച്ചു നിർത്തി. അവൻ രക്ഷപ്പെട്ടോ? കുര്യച്ചൻ ചോദിച്ചു. ആരാ ഇവിടെ നിന്ന് ഓടിയവൻ? കുര്യച്ചൻ അയാളെ അറിയുമോ? പിന്നില്ലേ, ഇക്കഴിഞ്ഞ രാത്രിയിൽ ടോർച്ച് വെട്ടത്തിൽ ഞാൻ അവന്റെ മുഖം നന്നായി കണ്ടതാ. ഇത് അവൻ തന്നെ, എനിക്ക് തെറ്റിയിട്ടില്ല. എവിടെ വെച്ചാ ചേട്ടൻ അയാളെ കണ്ടത്? ലീന അന്വേഷിച്ചു. അറിഞ്ഞിട്ട് നിനക്കെന്താ? നീ ഇരിക്കുന്നിടത്താണല്ലോ അവനെ കണ്ടത്. കള്ളനുമായിട്ട് നിനക്കെന്താടി അടുപ്പം? കുര്യച്ചന്റെ കോപം ലീനയുടെ നേരെ വീണ്ടും തിരിഞ്ഞു. കുര്യച്ചൻ കാര്യം പറഞ്ഞേ. അയാൾ ആരാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, അതുകൊണ്ടാ ചോദിച്ചത്. പറയാം. ആ കസേര ഇങ്ങോട്ട് നീക്കിയിട്. ശിവൻകുട്ടി കസേര മാറ്റിയിട്ടു. കുര്യച്ചൻ അതിലിരുന്നു. ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു ബീഡി എടുത്ത് കത്തിച്ച് പുകയൂതി വിട്ടു. മുറിയിൽ പുക നിറയുന്നത് കണ്ട് ലീന വാതിൽ മലർക്കെ തുറന്നിട്ടു. അതുകണ്ട് കുര്യച്ചൻ പരിഹസിച്ച് ചിരിച്ചു. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. കുര്യച്ചൻ അത് പറഞ്ഞിട്ട് വീണ്ടും ചിരിച്ചു. അയാൾ ഡാനിയെ നോക്കി. ഡാനി മുകളിലേക്ക് നോക്കി ഒന്നും ശ്രദ്ധിക്കാത്ത മട്ടിൽ കിടക്കുകയാണ്. പുക ശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇവനിനി രക്ഷയുണ്ടോ? കുര്യച്ചന്റെ വാക്കുകൾ കേട്ട് വേദന കൊണ്ട് പിടഞ്ഞ് ലീന വിളിച്ചു. ചേട്ടാ. അവളുടെ വിളിക്ക് താക്കീതിന്റെ സ്വരമുണ്ടായിരുന്നു. ഓ, ഞാനൊരു മദ്യപൻ. സത്യം വിളിച്ചു പറഞ്ഞാലും അത് കള്ളുകൂടിയന്റെ ജൽപ്പനമായിട്ട് നിങ്ങൾക്ക് തോന്നും. ബീഡി ആഞ്ഞു വലിച്ചിട്ട് പുക വരാതായപ്പോൾ കുര്യച്ചൻ അത് ഞെരിച്ച് തറയിലിട്ടു. വീണ്ടും ഒരു ബീഡിക്ക് തീ കൊളുത്തി. കുത്തുവാക്കുകൾ പറയാനും ഉപദ്രവിക്കാൻ വേണ്ടി മാത്രം ഒരു വരവ്. ഇങ്ങോട്ട് ആരെങ്കിലും ചേട്ടനെ ക്ഷണിച്ചോ? ലീന രോഷത്തോടെ ചോദിച്ചു. എന്റെ ചോറ് തിന്നും മെഴുത്ത് നീ ആളായപ്പോ ചോദ്യം ചെയ്യുന്നൊഴി. കുര്യച്ചൻ ചാടി എഴുന്നേറ്റു. കൊല്ലു ഞാൻ. അയാൾ കൈ ഉയർത്തി. ശിവൻകുട്ടി കുര്യച്ചനെ പിടിച്ചിരുത്തി. കുര്യച്ച, ഇവിടെ ഒന്നും പാടില്ല, അറിയാമല്ലോ. ശിവൻകുട്ടി ഗൗരവത്തിലായി. വീട്ടിലായിരുന്നെങ്കിൽ ഇവളെ ഞാൻ മര്യാദ പഠിപ്പിച്ചേനെ. ഇവിടെ ആ അങ്കിൾ, അയാൾ എനിക്കൊന്ന് കാണണമല്ലോ. അങ്കിൾ സ്ഥലത്തില്ല. കനത്ത സ്വരത്തിൽ നിന്ന് മൂളിയിട്ട് കുര്യച്ചൻ ലീനയെ രൂക്ഷമായി നോക്കി. ഓടിപ്പോയതിന്റെ കാര്യം പറയാൻ കുര്യച്ചൻ മറന്നു. ശിവൻകുട്ടി ഓർമ്മിപ്പിച്ചു. ഓ, അതോ, പറയാം. ഇന്നലെ രാത്രി അരക്കുപ്പി വാറ്റുചാര അകത്താക്കിയിട്ട് ഞാൻ നേരത്തെ വീട്ടിൽ വന്ന് കിടന്നു. ഒരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റു. അപ്പോൾ വീടിന്റെ പിന്നാമ്പുറത്ത് എന്തോ ഒച്ച. ഞാൻ ടോർച്ച് എടുത്തു. ടോർച്ച് തെളിക്കാതെ പതുങ്ങി ചെന്നു. കിണറ്റിൻകരയിലാണ് ഒച്ച. വെള്ളം മടുമടാ കുടിച്ചിറക്കുന്ന ശബ്ദം. ആനിയമ്മ മൺകുടങ്ങളിൽ വെള്ളം കോരി വെക്കാറുണ്ട്. ഞാൻ പെട്ടെന്ന് ടോർച്ച് തെളിച്ചു. ഒരാൾ കുടം എടുത്തു പിടിച്ച് അതിന്ന് വെള്ളം കുടിക്കുകയായിരുന്നു. ടോർച്ച് തെളിഞ്ഞതും കുടം താഴേക്ക്. വലിയ ശബ്ദത്തിൽ കുടം പൊട്ടി തകർന്നു. അയാൾ ശകലം നേരത്തേക്ക് അനങ്ങാൻ പറ്റാതെ നിന്നുപോയി. കള്ളനാണെങ്കിലും പെട്ടെന്ന് വെട്ടം കണ്ടപ്പോ അന്തിച്ചു നിന്നുപോയി. അപ്പോഴാ ഞാൻ അവന്റെ മുഖം കണ്ടത്. ടോർച്ചിന്റെ വെട്ടം അവന്റെ മുഖത്ത് തന്നെയായിരുന്നു. അന്തിച്ചങ്ങനെ നിന്ന് അവൻ ഒരു പെട്ടിയും എടുത്തോണ്ട് കയ്യാലേന്ന് എടുത്തൊരു ചാട്ടം. കള്ളൻ, കള്ളൻ എന്ന് പറഞ്ഞ് ഞാൻ കാറി. ആര്യമ്മ ഉറക്കപ്പിച്ചിൽ ഓടി വന്നു. ചാരായം കുടിച്ചേച്ച് പിച്ചും പേയും പറയുകയാണെന്ന് പറഞ്ഞ് ആര്യമ്മ പുറകുർത്തു. എന്റെ ഒച്ച അയൽവക്കക്കാരും കേട്ടു കാണും. ആരും വന്നില്ല. ഞാൻ വെളിവില്ലാതെ എന്തേലും വിളിച്ചു പോയതാന്നേ അവരും വിചാരിക്കൂ. അരക്കുപ്പി മാറ്റി കഴിച്ചിട്ട് കണ്ട ആളുടെ മുഖം കുര്യച്ചന് നന്നായിട്ട് തിരിച്ചറിയാൻ കഴിയുമോ? ശിവൻകുട്ടി ചോദിച്ചു. ഓ, 375 മില്ലിയുടെ കുപ്പിയല്ലേ. അതിന്റെ കെട്ടുവിട്ടത് കൊണ്ടാ ഉറക്കം പോയത്. അതിന്റെ ഇരട്ടി കഴിച്ചാലും കുര്യച്ചന് ബോധം പോവില്ല. കുര്യച്ചൻ ചിരിച്ചു. അയാൾ എഴുന്നേറ്റു. ലീനെ, ഉള്ളത് എന്താണെന്നാ തന്നേക്ക്. എന്തു തരാൻ? വീട്ടിലേക്ക് ആവശ്യമുള്ളതൊക്കെ അവിടെ എത്തുന്നില്ലേ? അരിയും കറി സാമാനങ്ങളും. അത് ആനിയമ്മയ്ക്കും പിള്ളേർക്കും ഉള്ളത്. അതുകൊണ്ട് എനിക്കെന്താ ഗുണം? ചന്തയില് ചുമടെടുത്ത് കിട്ടുന്നത് മുഴുവൻ ചേട്ടൻ കുടിച്ചു തീർക്കുന്നില്ലേ? 100-200 രൂപയിൽ കുറയാതെ ഓരോ ദിവസവും കിട്ടുന്നില്ലേ? ഇനി ചേട്ടന് ഞാൻ ചില്ലി പൈസ തരില്ല. നീ ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പും തരുമായിരുന്നല്ലോ. ചില്ലറ കാശ് ശമ്പളം പറ്റിയിരുന്നെങ്കിൽ കിട്ടുന്ന അത്രയും എന്റെ കയ്യിൽ തരുമായിരുന്നല്ലോ. അതിന്റെ ഫലം അനുഭവിച്ചു. ചേച്ചിയുടെയും പിള്ളേരുടെയും കണ്ണുനീർ എന്തുമാത്രം കണ്ടു. പട്ടിണി കഴിഞ്ഞിട്ട് നേരമുണ്ടായിരുന്നോ? നിന്റെ പ്രസംഗം വേണ്ട. ഒരു 100 രൂപ എടുക്ക്. തൽക്കാലം കടമായിട്ടായാലും മതി. കണക്കൊക്കെ നിന്റെ ജോണങ്ങളിനെ കണ്ടിട്ട്. ഒരൊറ്റ പൈസ തരില്ലെന്ന് പറഞ്ഞില്ലേ?
നീ എന്താ പറഞ്ഞത്? കുര്യച്ചന്റെ തനി സ്വഭാവം കാണിക്കണോ? കുര്യച്ചൻ ഡാനിയെ സമീപിച്ചു. അയാൾ ഡാനിയുടെ താടിമീശയിൽ പിടിച്ചുലച്ചു. നീ ഇവളെ വിലക്കിയിരിക്കുക അല്ലേ? എല്ലാം മുടിച്ച് തേച്ച് കഴുകിയിട്ട് അവന്റെ ഒരു കിടപ്പ്. കുര്യച്ചൻ പല്ല് ഞെരിച്ചു. ലീന ഓടിച്ചെന്ന് സർവ്വശക്തിയും എടുത്ത് കുര്യച്ചനെ തള്ളിയകറ്റി. പോകുന്നുണ്ടോ? ശിവൻകുട്ടി, ചേട്ടനെ പുറത്താക്ക്. എടീ! ലീനയെ തല്ലാനോങ്ങിയ കുര്യച്ചന്റെ കൈ ശിവൻകുട്ടി തട്ടിത്തെറിപ്പിച്ചു. അയാൾ കുര്യച്ചനെ വട്ടം ചുറ്റി പിടിച്ച് പൊക്കിയെടുത്തു. നിമിഷങ്ങൾക്കുള്ളിൽ ശിവൻകുട്ടി കുര്യച്ചനെയും കൊണ്ട് വാതിൽ കടന്നു. വാതിലടഞ്ഞു. കുര്യച്ചന്റെ ശകാരവും ശാപവാക്കുകളും അകന്നകന്നു പോയി. ഡാനി! കണ്ണുകൾ തുടച്ച് ലീന ഡാനിയെ വിളിച്ചു. ഇതെല്ലാം കേട്ടു കൊടുക്കാൻ ഡാനിക്ക് കഴിയുന്നുവോ? സാരമില്ല ലീനെ, ചേട്ടൻ പറയട്ടെ. ആ മനുഷ്യന്റെ നല്ല കാലത്ത് ഞാൻ ഒത്തിരി കഷ്ടപ്പെടുത്തിയതല്ലേ. അതൊക്കെ മനസ്സിൽ തികട്ടി വരുമ്പോ പറഞ്ഞു പോകുന്നതാ. പറയട്ടെ. എന്നാലും ഡാനി ഇങ്ങനെ കിടക്കുമ്പോ പറയുന്ന വാക്കുകൾ എനിക്ക് സഹിക്കാൻ നോക്കുന്നില്ല. ലീന വിങ്ങിപ്പൊട്ടി. നീ കരയാതെ. അങ്കിളിനും മറ്റുള്ളവർക്കും നമ്മുടെ കുടുംബ പ്രശ്നങ്ങൾ ശല്യമാവുന്നതിലാ എനിക്ക് സങ്കടം. എല്ലാം അങ്കിളിനും അറിയാം. അതോർത്ത് വിഷമിക്കണ്ട. ജെറി ഓടിപ്പോയത് എങ്ങോട്ടാ? എങ്ങോട്ട് പോയില്ല. ശിവൻകുട്ടി എങ്ങോട്ടെങ്കിലും മാറ്റിക്കാണും. അയാൾ ആകെ പേടിച്ചിട്ടുണ്ട്. കണ്ടിട്ട് നല്ല ചെറുപ്പക്കാരൻ അബദ്ധത്തിൽപ്പെട്ടു പോയതാവും. എല്ലാവരും അബദ്ധത്തിൽപ്പെടുന്നതല്ലേ. ഒരു കുഴിയിൽ വീണാൽ അതിൽ നിന്ന് കയറി വരാനാണല്ലോ പ്രയാസം. ഡാനി, വേറൊന്നും വിചാരിക്കരുതേ. എന്റെ സംസാരവും ഡാനിയെ വേദനിപ്പിച്ചോ? സാരമില്ല, നീ പൊയ്ക്കോ. ഞാനൊന്ന് വിശ്രമിക്കട്ടെ. ഡാനി കണ്ണുകൾ അടച്ചു. ലീന മുറിയിൽ നിന്നിറങ്ങി. ലീനയെയും ഡാനിയെയും കൂടാതെ ശിവൻകുട്ടി, ദേവസ്യച്ചൻ, തങ്കച്ചൻ, ഗൗരി എന്നിവരാണ് സാധാരണയായി ആ വീട്ടിൽ താമസിക്കുന്നത്. തങ്കച്ചൻ ഡ്രൈവറാണ്. ജോണങ്ങളുടെ കൂടെ തങ്കച്ചൻ മിക്കപ്പോഴും പോകാറില്ല. മറ്റെന്തെങ്കിലും ആവശ്യം വന്നാൽ തങ്കച്ചൻ വാഹനം ഓടിക്കും. ഗൗരിക്കാണ് അടുക്കളയുടെ ചുമതല. ദേവസ്യാച്ചന് പുരയിടത്തിന്റെ മേൽനോട്ടം. ശിവൻകുട്ടി എല്ലാവരുടെയും സംരക്ഷണത്തിന് നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. ജോണകൾ നിശ്ചിത ദിവസങ്ങളിലൊന്നും ആ വീട്ടിൽ ഉണ്ടാകാറില്ല. പലപ്പോഴും യാത്രയിലാവും. ജോണകളില് വേറെ എസ്റ്റേറ്റുകളും വീടുകളും ഉണ്ടെന്ന് അവർക്കറിയാം. അങ്ങോട്ടൊന്നും അവരെ കൊണ്ടുപോയിട്ടില്ല. വർഷത്തിൽ ഒരിക്കൽ മാത്രം ജോണകൾ വേഷം മാറും. വേഷം മാറിയുള്ള യാത്രയ്ക്ക് കാർ ഉപയോഗിക്കാറില്ല. വേഷപ്രച്ഛന്നനായി ജോണകൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവർക്ക് ആർക്കും അറിയില്ല. ലീന അടുക്കളയിൽ എത്തിയപ്പോൾ ഗൗരി ജോലികൾ മുഴുവൻ തീർത്തിരുന്നു. ശിവൻകുട്ടി ഫ്രിഡ്ജിൽ നിന്നും വെള്ളമെടുത്ത് കുടിക്കുകയാണ്. ശിവൻകുട്ടി, ജെറി എവിടെ? ലീന ചോദിച്ചു. അയാളുടെ മുറിയിൽ. പുറത്തേക്ക് വിളിക്കാമായിരുന്നില്ലേ? ഇവിടെ എല്ലാം ചുറ്റി നടക്കട്ടെ. പേടിച്ചരണ്ട. എത്ര നേരം മുറിയിലിരിക്കും? ഞാൻ വിളിക്കാം. ശിവൻകുട്ടി പോയി. ജോണകളുടെ പ്രതിനിധി എന്ന നിലയിലാണ് ആ വീട്ടിൽ ലീന പറയുന്നത്. അവളുടെ നിർദ്ദേശമെല്ലാം ചുറ്റുമുള്ളവർ അനുസരിക്കും. വസ്ത്രങ്ങൾ കഴുകി ഉണങ്ങാതിരിക്കുമ്പോ ശിവൻകുട്ടി വന്നു. ലീനെ, അയാളെ മെരുക്കിയെടുക്കാൻ പ്രയാസമാണെന്നാ തോന്നുന്നത്. എന്താ ശിവൻകുട്ടി? എത്ര വിളിച്ചിട്ടും കഥക് തുറക്കുന്നില്ല. ലീനയ്ക്ക് ഉത്കണ്ഠയായി. പ്രശ്നമാകുമോ? വിളി കേൾക്കുന്നുണ്ടോ? ഉണ്ട്. കഥക് തുറക്കില്ലെന്ന് ശാഠ്യം പിടിക്കുന്നു. വാതിലടച്ച് അയാൾ എത്ര നേരം അകത്തിരിക്കും? ലീന നടന്നു. ലീന, ചെയ്തു തുടങ്ങിയ പണി തീർക്ക്. അയാൾ അവിടെ കിടക്കട്ടെ. വഴിയിൽ നിന്ന് കിട്ടുന്ന എല്ലാവരും ചൊവ്വാകണമെന്നില്ല. ശിവൻകുട്ടി പറഞ്ഞു. എങ്ങനെ പറയരുത് ശിവൻകുട്ടി? നമ്മളെയൊക്കെ ഓരോ വഴികളിൽ നിന്നല്ലേ ജോണങ്കിൽ കൊണ്ടുവന്നത്. പന്ന വഴി മറന്നുകൊണ്ട് പറഞ്ഞതല്ല ലീനെ. മറന്നില്ലെങ്കിലും വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മളെല്ലാം ജോണകളുടെ ഔദാര്യത്തിൽ മാത്രം കഴിയുന്നവരാണ്. ഈ സമൂഹത്തിലെ അംഗമാകാൻ ജോണകൾ ജെറിയെ കൊണ്ടുവന്നതാകാം. നമ്മൾ എന്തിനാ അയാളെ വെറുക്കണം? അയ്യോ, വെറുപ്പോ? ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചല്ല. ലീന അങ്ങോട്ട് ചെല്ല്. ജെറിയെ വിളിച്ചിറക്കാമോ എന്ന് നോക്ക്. ലീന ആ മുറിയുടെ സമീപത്തെത്തി കാതോർത്തു നിന്നു. ഞരക്കം കേൾക്കുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി. ജെറി! അവൾ വാതിലിൽ തട്ടി വിളിച്ചു. കുറെ നേരം കഴിഞ്ഞിട്ടും മറുപടിയില്ല. ജെറി, വാതിൽ തുറക്കാനവർ. ലീന 3-4 വട്ടം വാതിൽ മുട്ടി. ജെറി വാതിൽ തുറന്നു. അയാൾ ശ്വാസം വലിച്ചു വിടുകയാണ്. നന്നെ ക്ഷീണിച്ചതുപോലുണ്ട്. തളർന്ന കണ്ണുകൾ കൊണ്ട് ലീനയെ ഒന്ന് നോക്കിയിട്ട് അയാൾ കിടക്കയിൽ പോയിരുന്നു. ലീന ജെറിയെ സൂക്ഷിച്ചു നോക്കി. ശാരീരികമായ പ്രയാസങ്ങൾ ജെറിയെ അലട്ടുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അയാൾ വീണ്ടും അവളെ ഒന്ന് നോക്കി. ഇരിക്കാനുള്ള കെൽപ്പ് കൂടി നഷ്ടപ്പെട്ടതുപോലെ അയാൾ കിടക്കയിലേക്ക് വീണു. അയാൾ ഞെരങ്ങി. എന്തു പറ്റി ജെറി? വയ്യ, എനിക്ക് വയ്യ. ജെറിയുടെ വരണ്ട ചുണ്ടുകൾ അനങ്ങി. ജെറിക്ക് എന്താ പ്രയാസം? പറഞ്ഞോളൂ. ഇവിടെ ഞങ്ങൾ എല്ലാവരും സഹായത്തിനുണ്ട്.
എന്റെ നെറ്റിയിലൊന്ന് തൊട്ടു നോക്കാമോ? നിഷ്കളങ്കനായ ഒരു കൊച്ചു ബാലന്റേതുപോലെയായിരുന്നു ജെറിയുടെ ചോദ്യം. ലീനയുടെ മൃദുലമായ കൈത്തലം ജെറിയുടെ നെറ്റിയിൽ അമർന്നു. പെട്ടെന്ന് അവൾ കൈ വലിച്ചെടുത്തു. ഷോ, ചുട്ടുപൊള്ളുന്നല്ലോ. നേരത്തെ പനിയുണ്ടായിരുന്നു ജെറി? ലീന ഉത്കണ്ഠയോട് ചോദിച്ചു. അറിയത്തില്ല, ഞാൻ ഞാൻ ഓഹോ. ജെറി വിമ്മിട്ടപ്പെട്ടു. അയാൾ കിടക്കയിൽ ഉരുണ്ടു. ലീനയ്ക്ക് പരിഭ്രമമേറി. എനിക്ക് എന്റെ മമ്മിയെ കാണാൻ പറ്റുമോ? ഞാൻ മരിച്ചു പോകുമോ? 5 6 വയസ്സുള്ള ഒരു കൊച്ചുകുട്ടിയുടേതുപോലുള്ള ചോദ്യം. ജെറിയുടെ മമ്മി എവിടെയാ? മമ്മി മമ്മി ദൈവമേ, ഒന്നും വേണ്ടായിരുന്നു. വേണ്ട, മമ്മി ഒന്നും അറിയണ്ട. ജെറി മുഖം പൊത്തിക്കരഞ്ഞു. ജെറി, മമ്മിയെ ഫോണിൽ കിട്ടുമോ? നമ്പർ തന്നാൽ ഞാൻ വിവരം അറിയിക്കാം. വേണ്ട, മമ്മി അറിയണ്ട. ഞാൻ എവിടെയാണെന്ന് മമ്മി അറിയണ്ട. ജെറിയുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു. ജെറി, ലീന ഉത്കണ്ഠയോടെ വിളിച്ചു. മറുപടിയില്ല. ജെറി മയക്കത്തിലേക്ക് വഴുതി വീണു. അവൾ വീണ്ടും ജെറിയുടെ നെറ്റിയിലും ശരീരത്തിലും തൊട്ടുനോക്കി. ഇത്രയും കടുത്ത പനിയുമായിട്ടാണോ ജെറി കടന്നു വന്നത്? ഇനി എന്തു ചെയ്യും? അവൾ ഫോണിരിക്കുന്ന മുറിയിലേക്ക് ഓടി. ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പറുകൾ ജോണകൾ അവിടെ കുറിച്ചു വെച്ചിട്ടുണ്ട്. ജോണങ്ങൾ പോകുന്നതിന് മുമ്പായി എഴുതി വെച്ച 3 4 നമ്പറുകൾ അവൾ കണ്ടു. ലീന ഓരോന്നും ഡയൽ ചെയ്തു. ജോണകൾ അവിടെ എങ്ങും ചെന്നിട്ടില്ല. തങ്കച്ചൻ ദേവസ്യച്ചന്റെ കൂടെ തെങ്ങിൻതോപ്പിലാണ്. മാരുതി വാൻ മുറ്റത്തുണ്ട്. ശിവൻകുട്ടി? ലീനയുടെ വിളി കേട്ട ശിവൻകുട്ടി ഓടി വന്നു. പിന്നെ താമസമുണ്ടായില്ല. ജെറിയെ വാനിലേക്ക് മാറ്റി. മമ്മി, മമ്മി വന്നോ? മമ്മി? ജെറി അബോധാവസ്ഥയിലും മന്ത്രിക്കുന്നുണ്ടായിരുന്നു. വത്സമ്മ വഴിയിലേക്ക് ഇറങ്ങി വന്ന് കണ്ണെത്തുവോളം നോക്കി. ജെറിയെ ഇനിയും കാണുന്നില്ല. ജെറി പോയിട്ടത് 4ാം ദിവസമാണ്. ഒരു രാത്രിയിൽ കൂട്ടുകാരന്റെ വീട്ടിൽ തങ്ങുമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഇപ്പോ 3 രാത്രികൾ കഴിഞ്ഞിരിക്കുന്നു. കോഴിക്കോട്ട് നിന്ന് ഇന്ന് വെളുപ്പിനെങ്കിലും വരുമെന്ന് പ്രതീക്ഷിച്ചു. രാവിലെ പുറപ്പെട്ടാലും വരേണ്ട സമയം കഴിഞ്ഞു. വത്സമ്മയ്ക്ക് ഉത്കണ്ഠയായി. ആ വരുമടി, നീ വിഷമിക്കാതെ. മാർക്കോച്ചന്റെ സ്വരം കേട്ട് വത്സമ്മ തിരിഞ്ഞു നോക്കി. എനിക്കെന്തോ പേടി തോന്നുന്നു ചാച്ചാ. ഓ, പേടിക്കാനെന്താ, പിള്ളേരല്ലേ. കൂട്ടുകാർ തമ്മിൽ കൂടിയപ്പോ ഒരു ദിവസം കൂടി കഴിയട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. മാർക്കോച്ചൻ വത്സമ്മയുടെ അരികിലെത്തി. അയാളുടെ കയ്യിൽ റബ്ബർ ടാപ്പ് ചെയ്യുന്ന കത്തിയുണ്ട്. ഇച്ചാച്ചൻ കത്തി കൊണ്ട് എങ്ങോട്ടാ? വത്സമ്മ ചോദിച്ചു. ജെറി വരാൻ നോക്കിയിരുന്ന ഇന്ന് റബ്ബർ വെട്ട് മുടങ്ങും. മാർക്കോച്ചൻ റബ്ബർ മരങ്ങൾക്കിടയിലേക്ക് നീങ്ങി. വയ്യാത്ത ഇച്ചായൻ റബ്ബർ വെട്ടാനെങ്ങും പോവണ്ട. ആ നഷ്ടം അങ്ങ് സഹിച്ചാ മതി. മേലനങ്ങി പണിയാതിരിക്കുന്നതിന്റെ കേടേ എനിക്കുള്ളൂ. ഇനി എന്നെ വെറുതെ ഇരുത്താൻ നീ നോക്കണ്ട. ആര് പറഞ്ഞാലും മാർക്കോച്ചൻ തന്റെ തീരുമാനത്തിൽ നിന്നും പിന്മാറില്ലെന്നറിയാവുന്ന വത്സമ്മ പിന്നെ ഒന്നും പറഞ്ഞില്ല. വത്സമ്മയുടെ കണ്ണുകൾ വീണ്ടും വഴിയിലേക്കായി. കുറെ നേരം നോക്കി നിന്നിട്ടും ജെറിയെ കാണാതായപ്പോൾ വത്സമ്മ വീട്ടിലേക്ക് കയറി. അടുക്കളയിൽ പണിയുണ്ട്. ജെറി ആദ്യമായിട്ട് ആണ് ഇത്രയും ദിവസം വിട്ടുനിന്നതുകൊണ്ടുള്ള ഉത്കണ്ഠയാണ് തനിക്കുള്ളതെന്ന് ഓർത്തു. സമാധാനപ്പെടുവാൻ വത്സമ്മ ശ്രമിച്ചു. അവനെ ചിറകിൻ കീഴിൽ ഒളിപ്പിച്ചിരുത്താൻ എന്നും കഴിയുമോ? ആൺകുട്ടിയാണ്, പുറത്തിറങ്ങി പരിശീലിക്കേണ്ടവൻ. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ പോലും തനിച്ച് രാജ്യമെങ്ങും വിദേശത്തും സഞ്ചരിക്കുന്നു. ആശുപത്രിയിൽ ജെറിയെ പ്രസവിച്ചു കിടക്കുമ്പോ അവന്റെ പപ്പ പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും മനസ്സിലുണ്ട്. എടി വത്സമ്മേ, നമ്മുടെ കൊച്ച് ആണാണെന്ന് അറിഞ്ഞപ്പോ ആദ്യം ഞാനൊന്ന് പേടിച്ചു കേട്ടോ. നിന്റെ ആങ്ങളമാരുടെ സ്വഭാവം അവന് കിട്ടിയാലോ? ഓ, വേണ്ടാത്തതൊക്കെ ചിന്തിക്കൂ. മകന് അപ്പന്റെ സ്വഭാവമാ കിട്ടുന്നതെന്ന് വിചാരിച്ചാലെന്താ? കത്തിയുമായിട്ട് എന്റെ ആങ്ങളമാര് മാത്രമല്ല നടക്കുന്നത്. ഇരുമ്പുകളെ 3 വീരശൂര പരാക്രമികൾ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നതെന്ന് ഞാൻ അറിയാത്തതാണോ? എല്ലാം അറിഞ്ഞോണ്ട് കൂടെ പോകുന്ന നിനക്കിപ്പോഴെന്താ ഒരു മനസ്താപം? അയ്യോ, പിണങ്ങിയോ? ടോമിച്ചൻ പിണങ്ങിയാ പിന്നെ എനിക്ക് ആരുണ്ട്? വത്സമ്മയുടെ മനസ്സിൽ ഓർമ്മകൾ കൂടുകെട്ടി. ജെറി വളരും തോറും ആദിയായിരുന്നു. ഓർമ്മ വെച്ച നാൾ മുതൽ അവനെ എല്ലാറ്റിനോടും വെറുപ്പ്. താൻ അവഗണിക്കപ്പെട്ടവനാണെന്ന തോന്നൽ അവനെ ഭരിച്ചിരുന്നു. പെട്ടെന്ന് ശോഭിക്കും. അടുപ്പം തന്നോട് മാത്രമാണ് ഉണ്ടായിരുന്നത്. മോനെ, മമ്മിയല്ലേ പറയുന്നത് എന്ന് കേട്ടാലുടനെ അനുസരിക്കും. യുവത്വത്തിലേക്ക് കാലൂന്നിയപ്പോൾ അവൻ കൂടുതൽ മൗനിയായി. എപ്പോഴും ചിന്തിച്ചിരിക്കും. എടാ ജെറി, നിനക്കെന്താ എത്ര കൂടുതൽ ചിന്തിക്കാൻ? ചോദ്യത്തിന് മറുപടി ഒരു മറുചോദ്യമാണ്. എനിക്കുള്ളതുപോലെ ചിന്തിക്കാൻ മറ്റാർക്കുണ്ട്? ഒഴിവുനേരങ്ങളിലൊക്കെ ജെറി പറമ്പിലൂടെ ചുറ്റിത്തിരിയാവും. പണികൾ ചെയ്യുവാൻ ആരും പറയേണ്ടതില്ല. ആരോടോ വാശി തീർക്കുന്നത് പോലെയാണ് അവൻ പണിയെടുക്കുന്നത്. പാരലൽ കോളേജിലാണ് പ്രീ ഡിഗ്രി മുതൽ പഠിച്ചത്. ബികോം 2nd ക്ലാസ്സിൽ പാസ്സായി. ജോലിക്ക് പോകാൻ അവന് താല്പര്യമില്ലായിരുന്നു. എടാ ജെറി, മോനെ, നീ ഇങ്ങനെ മടി പിടിച്ചിരുന്നാലെങ്ങനാ? എന്നും റബ്ബർ വെട്ടി കാലം കഴിയാനാ?
പത്രത്തിൽ പരസ്യമൊക്കെ നോക്ക്. അപേക്ഷ അയക്കാൻ ഇത്രയും മുടക്കല്ലേ ഉള്ളൂ. വത്സമ്മ ജെറിയെ പ്രോത്സാഹിപ്പിച്ചു. എന്റെ മമ്മി, എന്തിനാ പൈസ കളയുന്നത്? അപേക്ഷ അയച്ച് ജോലി കിട്ടിയാലും ദൂരേക്കങ്ങ് ഞാൻ പോകില്ല. ജെറിയുടെ മറുപടി. അതെന്താ? അതങ്ങനെയാ. കുറെ നാൾ മമ്മിയെ കണ്ടോണ്ട് ഇങ്ങനെ ജീവിക്കണം. കുറെ നാൾ. പിന്നെ 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 എനിക്ക് പോകണം. എങ്ങോട്ട്? ഒരു സ്ഥലത്തേക്ക്. അത് കഴിഞ്ഞ് മമ്മിയെ എനിക്ക് കാണാൻ പറ്റിയില്ലെങ്കിലോ? അതിനാ ഇപ്പൊ ഞാൻ മമ്മിയുടെ അടുത്തുനിന്ന് മാറാതെ ഇങ്ങനെ കഴിയുന്നത്. ഓർമ്മ അവിടെ എത്തിയപ്പോൾ വത്സമ്മ നിശ്ചലയായി. ജെറി പറയാറുണ്ടായിരുന്ന ആ വാക്കുകളുടെ അർത്ഥം. അവൻ നൽകിയ സൂചന എന്തായിരുന്നു? ഒരു സ്ഥലത്തേക്ക് പോകുമെന്ന്. ദൈവമേ, അവൻ ഉദ്ദേശിച്ച സ്ഥലം ഏതാണ്? വത്സമ്മ പെട്ടെന്ന് പുറത്തേക്ക് ഓടിയിറങ്ങി. മാർക്കോച്ചൻ റബ്ബർ മരങ്ങൾ ടാപ്പ് ചെയ്യുകയാണ്. വത്സമ്മ ഓടി വരുന്നത് കണ്ട് മാർക്കോച്ചൻ വിളിച്ചു ചോദിച്ചു, ജെറി വന്നോ വത്സമേ? ഇല്ലിച്ചാ ഇല്ലിച്ചാച്ചാ. അവൻ വത്സമ്മ ശ്വാസമെടുക്കാൻ പ്രയാസപ്പെട്ടു. അവൻ? റബ്ബർ പട്ടിയുടെ കത്തി നീക്കുന്നതിനിടയിൽ മാർക്കോച്ചൻ ചോദിച്ചു. അവൻ അവൻ എവിടെയാ പോയത് ചാച്ചാ? കുനിഞ്ഞു നിന്ന മാർക്കോച്ചൻ നേരെ നിന്നിട്ട് വത്സമ്മയെ നോക്കി. നീ എന്നതാ പെണ്ണ ഈ ചോദിക്കുന്നത്? ഇന്റർവ്യൂവിന് പോവാന്ന് അവൻ നിന്നോട് പറയുന്നത് ഞാൻ ഈ ചെവി കൊണ്ട് കേട്ടതാണല്ലോ. എന്നിട്ട് പിന്നെ ഇത്രയും നേരമായിട്ടും എനിക്ക് വൈകി ചാച്ച. അവൻ ഇന്റർവ്യൂവിന് തന്നെയാണോ പോയത്? ഓ, ഈ പെണ്ണിന്റെ ഒരു പുന്നാരം. വയസ്സ് 10-46 കഴിഞ്ഞിട്ടും അവള് കൊച്ചു പിള്ളേരെ പോലെ പറയുന്നത് കേട്ടില്ലേ? എനിക്കിത് അരിശം വരുന്നുണ്ട്. ഒരു മമ്മി മോനും ലോകത്തൊരിടത്തും പിന്നെ ഈ അമ്മയും മകനും ഇല്ലാത്തതുപോലെ. മോനെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കാൻ എപ്പോഴും ഒക്കുമോടി. നീ വേറെ വല്ല പണി നോക്ക്. മാർക്കോച്ചൻ ജോലി തുടർന്നു. വത്സമ്മ ഉത്സാഹം മുഴുവൻ നഷ്ടപ്പെട്ട് വീട്ടിലേക്ക് പോയി. വിധവയുടെ ജീവിതം തുടങ്ങിയിട്ട് 24 വർഷം കഴിയുന്നു. ജെറിക്ക് 1 വയസ്സ് തികയുന്നതിന് മുമ്പാണ് ജീവിതമാകെ കലങ്ങി മറിഞ്ഞത്. ടോമിച്ചന്റെ വേർപാടിന് ശേഷം ആ വീട്ടിൽ പിന്നീടുള്ള ജീവിതം, ഹോ, അതേപറ്റി ഓർക്കുമ്പോൾ ഇപ്പോഴും ഞെട്ടിത്തെറിക്കുന്നു. സഹി വെട്ടപ്പോഴാണ് പിഞ്ചു കുഞ്ഞിനെ മാറത്തടക്കി ഇറങ്ങി തിരിച്ചത്. വത്സമ്മ പഴയ രംഗങ്ങൾ മനസ്സിൽ കാണുകയായിരുന്നു. അന്ന് വെട്ടം വീഴുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇരുമ്പുകളിൽ നിന്ന് 1.5 മൈൽ അകലെയാണ് ജനിച്ചു വളർന്ന വീട്. വീടിന്റെ മുന്നിലെത്തിയപ്പോൾ അവിടെ ഒരു ലോറി കിടക്കുന്നത് കണ്ടു. ലോറിയിൽ വീട്ടുപകരണങ്ങൾ കയറ്റുകയാണ്. അയൽക്കാർ ചുറ്റും കൂടിയിട്ടുണ്ട്. ആ കാഴ്ച കണ്ട് അനങ്ങാനാകാതെ അല്പനേരം നിന്നുപോയി. എന്താണിത്? ഇച്ചാച്ചനും അമ്മയും എവിടം വിട്ടു പോകുന്നുവോ? പടിക്കൽ വന്നു നിന്ന വത്സമയെ ആദ്യം കണ്ടത് മാർക്കോച്ചനാണ്. അയാൾ വത്സമയുടെ അടുത്തെത്തി. എന്താ നീ ഈ നേരത്ത്? ഇച്ചാച്ച എന്തിനാ ഇതെല്ലാം ലോറിയിൽ കയറ്റുന്നത്? മതിയായി, ഒക്കെ മതിയായി. എന്താ ഇച്ചാച്ച എന്നോട് അന്യ എന്ന പോലെ പെരുമാറുന്നത് എന്തിനാ? ഞങ്ങള് പോകുക. എങ്ങോട്ട്? മലബാറിലേക്ക്. ഇച്ചാച്ച, വത്സമ്മ നെഞ്ചുപൊട്ടി വിളിച്ചിട്ട് കരഞ്ഞു. കരച്ചിൽ കേട്ടാണ് വത്സമ്മയുടെ അമ്മ പുറത്തേക്ക് ഇറങ്ങി വന്നത്. മകളെ കണ്ട് അവർ ഓടി അടുത്തെത്തി. കരച്ചിലോടെ അവളെ കെട്ടിപ്പിടിച്ചു. അമ്മയും മകളും പരസ്പരം ആശ്വസിപ്പിക്കാനാവാതെ കരഞ്ഞുകൊണ്ട് നിന്നപ്പോൾ മാർക്കോച്ചൻ ലോറിയിൽ സാധനങ്ങൾ കയറ്റാനുള്ള തിരക്കിലായി. കല്യാണത്തിന് ശേഷം മാർക്കോച്ചന് തന്നോട് വെറുപ്പാണെന്ന് വത്സമ്മയ്ക്ക് അറിയാം. പക്ഷെ ആ നേരത്ത് ആശ്രയമറ്റാണ് മകൾ വന്നിരിക്കുന്നതെന്ന് മാർക്കോച്ചൻ അറിഞ്ഞില്ല. അമ്മ കരച്ചിൽ നിർത്തിയിട്ട് പറഞ്ഞു, നിന്നെ കണ്ട് പറഞ്ഞിട്ട് പോകാമെന്ന് ഇച്ചാച്ചനോട് പറഞ്ഞു നോക്കി, സമ്മതിച്ചില്ല. നീ ഇവിടെ എത്താൻ എങ്ങനെയാ വിവരം അറിഞ്ഞത്? ഞാൻ ഒന്നും അറിഞ്ഞോണ്ട് വന്നതല്ലമ്മേ. എന്നാലും എന്നോടൊന്ന് പറഞ്ഞിട്ട് പോകാൻ ഇച്ചാച്ചനും അമ്മയ്ക്കും മനസ്സ് വന്നില്ലല്ലോ. ഇതിന് മാത്രം തെറ്റ് ചെയ്തവളാണോ ഞാൻ? ക്ഷമിക്കടി. ഇച്ചാച്ചന്റെ മനസ്സിലെ വിഷമം പെട്ടെന്ന് മാറുവോ? നീ ഒരു തെറ്റും ചെയ്തില്ലേലും ആ വീട്ടിൽ ഒരുത്തം വന്ന് വിളിച്ചപ്പോ ഇറങ്ങിപ്പോയവളല്ലേ? അതിന് ആങ്ങളമാർ വേണ്ട സമ്മാനം തന്നില്ലേ? അദ്ദേഹത്തിന്റെ ജീവൻ എടുത്തിട്ട്. വത്സമ്മ പൊട്ടിത്തെറിച്ചു. വത്സമ്മേ, അമ്മ തേങ്ങലോടെ വിളിച്ചു. നീ ഇതും മാത്രം പറയരുത്. അങ്ങനെ പറഞ്ഞത് എന്റെ മകളാണെങ്കിലും ഞാൻ ക്ഷമിക്കില്ല. ഇനി ഇങ്ങനെയൊന്ന് കേട്ടാ ഞാൻ നിന്റെ ചെവിട്ട് തടിക്കും. ഞാൻ പിന്നെ എന്ത് പറയും അമ്മേ? ഞാനിനി എങ്ങോട്ട് പോകും എന്റെ ദൈവമേ? നിനക്ക് എന്താ പറ്റിയത്? നിന്നെ അവർ ഇറക്കി വിട്ടതാണോ? ഇറക്കി വിടാൻ കാത്തിരുന്ന എന്റെയും കൊച്ചിന്റെയും ശവങ്ങൾ ആ വീട്ടിൽ വീഴും. അവരുടെ ലക്ഷ്യങ്ങൾ മുഴുവൻ സാധിച്ചു അല്ലേ? അമ്മേ, ഞാനിനി എന്താ ചെയ്യേണ്ടത്? സ്വന്തം ഇച്ചാച്ചനും അമ്മയും കൂടി ഇനി എന്നെ ഉപേക്ഷിച്ചാൽ അമ്മയ്ക്ക് മകളെ തള്ളി പറയാൻ പറ്റുമോടി? ഇച്ചാച്ചൻ ഒക്കെ ഞാൻ പറഞ്ഞോളാം. കർത്താവേ, 1/2 മണിക്കൂർ കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ എന്റെ മോള്. അമ്മ വത്സമ്മയുടെ കണ്ണുനീർ തുടച്ചു. ദൈവമേ, ഈ നേരത്ത് നിന്നെ ഇവിടെ എത്തിച്ചത്.
അമ്മ വത്സമ്മയെയും കൂട്ടി വീട്ടിലേക്ക് നടന്നു. അന്ന് ആ നാട് വിട്ടതാണ്. പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. വർഷങ്ങൾ എത്ര കഴിഞ്ഞു. ഇവിടെ മണ്ണിൽ പണിയെടുത്ത് എല്ലാം മറക്കാൻ ശ്രമിച്ച്. വത്സമ്മേ, ദേ പശു കപ്പ തിന്നുന്നു. ആരോ വിളിച്ചു പറഞ്ഞത് കേട്ട വത്സമ്മ ഓർമ്മകളിൽ നിന്നുണർന്നു. വത്സമ്മ പുറത്തേക്ക് ഓടിച്ചെന്നു. അടുത്ത് താമസിക്കുന്ന കുട്ടിയമ്മയാണ്. കപ്പത്തണ്ടുകൾ ഓടിച്ചു തിന്നുന്ന പശുവിനെ കുട്ടിയമ്മ പിടിച്ചു കിട്ടുകയാണ്. ഷോ, പശു എപ്പോഴാ കയറ് പൊട്ടിച്ചത്? കുട്ടിയമ്മ ചേച്ചി കണ്ടില്ലായിരുന്നെങ്കിൽ ഒറ്റ ചോട് കപ്പ കാണില്ലായിരുന്നു. വത്സമ്മ പശുവിനെയും കൊണ്ട് തൊഴുത്തിലേക്ക് പോയി. കുട്ടിയമ്മയും കൂടെ ചെന്നു. ജെറി വന്നില്ലേ വത്സമ്മേ? ഇല്ല ചേച്ചി. അവനെന്താ ഇത്രയും താമസിക്കുന്നേ? ഞാനിവിടെ തീ തിന്നുകയാ. ഓ, പേടിക്കാനൊന്നുമില്ല, അവനിങ്ങ് വരുമെന്നേ. ഉള്ളി ഇരിപ്പുണ്ടെങ്കിൽ അഞ്ചാറെണ്ണം ഇങ്ങ് തന്നേ വത്സമ്മേ. കടയിൽ പോകാൻ ഇപ്പൊ നേരമില്ലാറ്റാ. വത്സമ്മ എടുത്തു കൊടുത്ത ഉള്ളിയുമായി കുട്ടിയമ്മ വേഗം പോയി. 1.5 ഏക്കർ സ്ഥലത്ത് റബ്ബറുണ്ട്. വെട്ടാൻ തുടങ്ങിയിട്ട് 4 കൊല്ലമായി. പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും റബ്ബർ ടാപ്പ് ചെയ്യാൻ ജെറി മാർക്കോച്ചനെ സഹായിക്കുമായിരുന്നു. മാർക്കോച്ചന് ക്ഷീണം കൂടിയപ്പോ ജോലി ജെറി തനിച്ചായി. ഇവിടെ താമസം ആരംഭിച്ചിട്ട് 12ാമത്തെ വർഷത്തിലായിരുന്നു അമ്മയുടെ മരണം. മരണാസന്നയായി കിടക്കുമ്പോ അമ്മ പറഞ്ഞ വാക്കുകൾ വത്സമ്മ ഓർത്തു. കൊച്ചെ, നിന്റെ കെട്ടിയവന്റെ മരണത്തിൽ നിന്റെ ആങ്ങളമാർക്ക് ഒരു പങ്കുമില്ല. ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞിട്ടുള്ളതൊക്കെ സത്യമാ. ഈ അന്ത്യവിനാഴികയിലും ഞാൻ അത് തന്നെ പറയുന്നു. നീ ഇത് വിശ്വസിക്കണം. അടിപിടിയും കുത്തും വെട്ടും ഒക്കെ ആയിട്ട് ജയിലിൽ കയറി നടക്കുന്നവരാണ് എന്റെ അമ്മക്കൾ. എന്നാലും നിന്റെ കെട്ടിയവനെ കൊന്നതിൽ അവർക്കൊരു മനസ്സറിവുമില്ല. കൊല്ലാനുള്ള വൈരാഗ്യം ഉണ്ടായിരുന്നു എന്നത് നേരാ. അതാ കുടുംബത്തോട് മുഴുവനുള്ള വൈരാഗ്യം കൊണ്ടാ. നിന്നെ ഓർത്താ അവര് പക മനസ്സിലടക്കിയത്. നിന്റെ മകൻ വളരുമ്പോ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തണം. അമ്മാവന്മാരെ അവൻ ശത്രുവായി കാണരുത്. അമ്മാവന്മാരെ കണ്ടുപിടിച്ച് കത്തിയെടുക്കാൻ സമ്മതിക്കുകയുമരുത്. പിച്ചാച്ചൻ ജീവിക്കുന്നത് കണ്ടില്ലേ? എല്ലാം സഹിച്ചു ക്ഷമിച്ചുമല്ലേ അങ്ങനെ ജീവിക്കുന്നത്? വത്സമ്മയുടെ കാതുകളിൽ അമ്മയുടെ വാക്കുകൾ മാറ്റൊലി കൊണ്ടു. ഉച്ച കഴിഞ്ഞിട്ടും ജെറി വന്നില്ല. വത്സമ്മയ്ക്ക് ആദിയേറി. വത്സമ്മ ജെറിയുടെ പുസ്തകങ്ങൾ വെച്ചിരുന്ന മേശയിൽ പരതി. മേൽവിലാസങ്ങൾ കുറിച്ച ഒരു ഡയറി ഉണ്ട്. അതെടുത്ത് വത്സമ്മ താളുകൾ മറിച്ചു. കോഴിക്കോട്ടെ സ്നേഹിതന്റെ വീടറിഞ്ഞാൽ അവിടെ പോയി അന്വേഷിക്കുമല്ലോ എന്ന ആലോചനയിലാണ് വിലാസങ്ങൾ നോക്കിയത്. കോഴിക്കോട്ട് തന്നെയുള്ള 7 പേരുടെ മേൽവിലാസങ്ങൾ ഡയറിയിലുണ്ട്. അവയിൽ ഏത് വീട്ടിലാണ് ജെറി പോയതെന്നറിയാതെ എങ്ങനെ അന്വേഷിക്കും? എന്തു ചെയ്യണമെന്ന് വത്സമ്മയ്ക്ക് ഒരു രൂപവുമില്ല. അസ്വസ്ഥതയോടെ ഇടയ്ക്കിടെ വഴിയിലേക്ക് ഓടിച്ചെല്ലും. കുറെ നേരം കാത്തു നിൽക്കും. തിരിച്ചു വീട്ടിലെത്തും. വത്സമ്മ അങ്ങനെ സമയം നീക്കി. സന്ധ്യയായപ്പോൾ നിയന്ത്രണങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. മാർക്കോച്ചനും വിഷമമായി. ഇച്ചാച്ചോ, എന്റെ മോൻ. വത്സമ്മ വിങ്ങിപ്പൊട്ടി. മകളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ മാർക്കോച്ചൻ നിശബ്ദനായി നിന്നു. വത്സമ്മ ഉറങ്ങാതെ നേരം വെളുപ്പിച്ചു. രാത്രിയിൽ പലവട്ടം ലൈറ്റ് തെളിച്ച് എഴുന്നേറ്റ് നോക്കി. രാവിലെ 7 മണി കഴിഞ്ഞു. ജീപ്പ് നിർത്തുന്ന ശബ്ദം കേട്ട് വത്സമ്മ പുറത്തേക്ക് ഓടി. ജീപ്പ് നിർത്തി 2 പേർ ഇറങ്ങി വരുന്നു. വത്സമ്മയുടെ ഹൃദയമിടിപ്പിന് വേഗതയേറി. ജെറിക്ക് എന്തെങ്കിലും അപകടം ദൈവമേ! വത്സമ്മ നെഞ്ചിൽ കൈവച്ചു. മുണ്ടു മടക്കി കുത്തി ഗാംഭീര്യത്തോടെ അജാനുബാഹുക്കളായ അവർ നടന്നു വരികയാണ്. മധ്യവയസ്സ് പിന്നിടുന്നവർ. അവർ വത്സമ്മയുടെ മുന്നിലെത്തി. എളിയിൽ കൈകുത്തി നിന്ന് രൂക്ഷമായി നോക്കി. പറയത്തക്ക മാറ്റമൊന്നുമില്ല, ഒരാൾ പറഞ്ഞു. വത്സമ്മ അവരെ സൂക്ഷിച്ചു നോക്കി. നല്ല പരിചയം തോന്നുന്നു. ചേച്ചിക്ക് ഞങ്ങളെ മനസ്സിലായില്ലെന്നുണ്ടോ? ആ ചോദ്യത്തിൽ പുച്ഛം. അതേ നിമിഷത്തിൽ വത്സമ്മ അവരെ തിരിച്ചറിഞ്ഞു. നിങ്ങൾ? വത്സമ്മ പേടിച്ചരണ്ടു. അതെ, ഞങ്ങൾ തന്നെ. ചേച്ചിയുടെ അനിയന്മാർ, ഭർത്താവിന്റെ സഹോദരങ്ങൾ. എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നോ ഇവിടെ എത്തിയത്. ഏടവൻ? ഞങ്ങൾക്ക് അവനെ കാണണം. ഇടിവെട്ടും പോലെ ആ ശബ്ദം വത്സമ്മയുടെ കാതുകളിൽ മുഴകി. പെട്ടെന്നുണ്ടായ ആഘാതത്തിൽ ആടിയൊലഞ്ഞു വീഴാതിരിക്കുവാൻ വത്സമ്മ ശ്രമിച്ചു. 2 ഭീകര രൂപങ്ങൾ പോലെ രാജനും റോബിനും നിന്നു. ചേച്ചി എന്ന് പരിഹസിച്ച് ഇപ്പോൾ വിളിച്ച ഇവർ ഒരിക്കൽ തന്റെ മുഖത്ത് നോക്കി പറഞ്ഞത് വത്സമ്മ ഓർത്തു. എടി, നീയും മോനും ഈ വീട്ടിൽ ജീവിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. നിന്റെ ശവം എവിടെ വീഴരുതെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. അതിനർത്ഥം നിന്നെ ജീവനോടെ ഈ വീട്ടിൽ അവശേഷിപ്പിക്കണമെന്നല്ല. അവരിതാ വീണ്ടും. ഭർത്താവിന്റെ ഇളയ സഹോദരങ്ങൾ. വത്സമ്മ പേടിയോടെ പിന്നോക്കം മാറി. ടോമിച്ചിന്റെ മുഖം അവരുടെ മനസ്സിൽ തെളിഞ്ഞു. എല്ലാവരുടെയും എതിർപ്പുകൾ അവഗണിച്ച് തന്നെ ഭാര്യയാക്കിയ ടോമിച്ചൻ. വത്സമ്മയെ രൂക്ഷമായി നോക്കി നിന്ന രാജനും റോബിനും പെട്ടെന്ന് എന്തോ കണ്ടെത്താൻ എന്ന പോലെ വീട്ടിലേക്ക് ഓടിക്കയറി. വത്സമ്മയ്ക്ക് ഒന്നും മനസ്സിലായില്ല. ഇവർ എന്തിനുള്ള ഒരുക്കമാണ്?
ഇച്ചാച്ച, ഓടി വരണേ, വത്സമ്മ നിലവിളിച്ചു. മാർക്കോച്ചൻ റബ്ബർ തോട്ടത്തിലായിരുന്നു. നിലവിളി കേട്ട് പരിഭ്രാന്തിയോടെ അയാൾ ഓടിക്കിതച്ചെത്തി. എന്താടി? ദേ അവർ. വത്സമ്മ വിറകൊണ്ട കൈ അകത്തേക്ക് ചൂണ്ടി. ആരാ? അവര് വിശദമാക്കുവാൻ വത്സമ്മയ്ക്ക് കഴിയുന്നില്ല. മാർക്കോച്ചൻ വിവരമെന്തെന്നറിയാൻ ഉത്കണ്ഠയോടെ മുറ്റത്തേക്ക് ഓടിച്ചെന്നപ്പോൾ രാജനും റോബിനും വീട്ടിൽ നിന്നും ധൃതിയിൽ ഇറങ്ങി വരികയായിരുന്നു. മാർക്കോച്ചനെ കണ്ട് അവർ നിന്നു. ആ കണ്ണുകൾ ഏറ്റുമുട്ടി. പക കത്തിക്കാളി. നീണ്ട വർഷങ്ങൾക്ക് ശേഷമുള്ള കണ്ടുമുട്ടൽ. എന്നിട്ടും ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിഞ്ഞു. തിരിച്ചറിയാതിരിക്കുന്നത് എങ്ങനെ? ആർക്കും മറക്കാനാവില്ല. മാർക്കോച്ചൻ അടിവെച്ച് അവരോടടുത്തു. അയാളുടെ കണ്ണുകൾ അവരുടെ മുഖങ്ങളിൽ മാറി മാറി പതിഞ്ഞു. റബ്ബർ കത്തി കയ്യിൽ മുറുക്കി പിടിച്ചു. പല്ലുകൾ കൂട്ടി ഞെരിച്ചു. ഇവിടെ കയറി വരാനും നിനക്കൊക്കെ ധൈര്യമോ? രാജന്റെയും റോബിന്റെയും തൊട്ടരികിലെത്തിയ മാർക്കോച്ചൻ ചോദിച്ചു. ഏതോ വന്യജീവിയുടെ അമറൽ പോലെയായിരുന്നു ആ സ്വരം. വയസ്സായിട്ടും വീര്യത്തിന് കുറവില്ല, രാജൻ കളിയാക്കി. ഇല്ലടാ പട്ടി, വീര്യം കൂടിയിട്ടേ ഉള്ളൂ. അന്ന് ഈ കരുത്ത് എനിക്കുണ്ടായിരുന്നെങ്കിൽ നീയൊന്നും ഈ ഭൂമുഖത്ത് കാണില്ലായിരുന്നു. പോടാ, തന്റെ പല്ലുലി കാണാൻ ഞങ്ങൾ ഇങ്ങോട്ട് കെട്ടിയെടുത്തെന്നാണോ വിചാരം? ഞങ്ങൾക്ക് തന്നെയും തന്റെ മകളെയും കാണണ്ട. എവിടെ അവൻ? അവനെയാ ഞങ്ങൾക്ക് കാണേണ്ടത്, റോബിൻ അലറി. ആ കണ്ണി മുറിക്കാനാണെങ്കിൽ ആശ നടക്കില്ല. മുറിച്ചെറിയണമെങ്കിൽ മുറിച്ചെറിയും. വർഷം 10-24 കഴിഞ്ഞെങ്കിലും ഞങ്ങൾ ഇന്നും അന്നത്തെ പോലെ തന്നെ, രാജൻ പറഞ്ഞു. മാറ്റങ്ങൾ എങ്ങനെ ഉണ്ടാവും? ചെകുത്താന്റെ അവതാരങ്ങളെ അടിച്ചമർത്താൻ ദൈവിക ശക്തിക്ക് കഴിയും. എന്നെങ്കിലും ദൈവകോപം ഇടുത്തിയായി നിന്റെയൊക്കെ തലയിൽ വീഴുമടാ. ഒന്നും കാണാനും കേൾക്കാനും ശക്തിയില്ലാതെ ആടി ഒലിഞ്ഞു നിന്ന വത്സമ്മയുടെ അടുത്തേക്ക് രാജൻ കുതിച്ചു ചെന്നു. നിന്റെ മകൻ എവിടെടി? മര്യാദയ്ക്ക് പറഞ്ഞില്ലേ കഴുത്ത് ഞാൻ ഞെരിക്കും, രാജൻ ആക്രോശിച്ചു. കൊടുങ്കാറ്റ് പോലെ മാർക്കോച്ചൻ ചീറിയെത്തി. ചീ, മാറി നിൽക്കടാ, ഇവിടെ വന്ന് നീ ആളാകുന്നോ? മാർക്കോച്ചന്റെ കൈ രാജന്റെ കവിളത്ത് ആഞ്ഞു പറിച്ചു. പണിയെടുത്ത് തഴമ്പിച്ച കൈയുടെ കരുത്ത് രാജൻ അറിഞ്ഞു. എന്റെ കൈക്ക് വയസ്സായിട്ടില്ലെന്ന് അറിയണോടാ? മാർക്കോച്ചന്റെ കൈ വീണ്ടും ഉയർന്നു. ഇച്ചാച്ച, വേണ്ട വേണ്ട, വത്സമ്മ മാർക്കോച്ചനെ തടഞ്ഞു. റോബിൻ ഓടിയെത്തി. വയസ്സിന് നല്ല തിളപ്പാണല്ലോ, മേടിച്ചു കെട്ടാതെ അടങ്ങില്ല, റോബിൻ ചോദിച്ചു. ബഹളം കേട്ട് അയൽക്കാരി ചിലർ വഴിയിൽ നിന്ന് എത്തി നോക്കുന്നത് കണ്ട് റോബിൻ കണ്ണുകൊണ്ട് രാജന് എന്തോ സൂചന കൊടുത്തു. അവർ മാറി നിന്ന് രഹസ്യമായി സംസാരിച്ചു. മാർക്കോച്ച, എന്താ ഇവിടെ? വഴിയിൽ നിന്നവരിൽ ഒരാൾ വിളിച്ചു ചോദിച്ചു. ഒന്നുമില്ല, ശകലം കുടുംബ പ്രശ്നമാ. ഞങ്ങൾ വരണോ? വേണ്ട, പ്രശ്നം അതുവരെ വളർന്നിട്ടില്ല. മാർക്കോച്ച, രാജൻ വിളിച്ചു. നാട്ടിൽ നിന്ന് വന്ന ബന്ധുക്കൾക്ക് നൽകിയ സ്വീകരണം വളരെ നന്നായി. രാജന്റെ ശബ്ദം ശാന്തമായി. കളിയാക്കിയതടാ. കളിയാക്കിയതാണോ? എന്താ, ഇനിയും ബന്ധുക്കളായി ഞങ്ങളെ അംഗീകരിക്കാനാവില്ലേ? മകളുടെ ഭർത്താവിന്റെ സഹോദരങ്ങളാ ഞങ്ങൾ. എന്നെ മണ്ടനാക്കരുത്. ഓടി വന്ന പാടെ മാർക്കോച്ചൻ റബ്ബർ കത്തി കൊണ്ട് ഞങ്ങളെ കുത്തി മലത്തുമെന്ന് മട്ടു കാണിച്ചപ്പോ ഞങ്ങളും ചൂടായി. അത്രമാത്രം. ഒരു കാര്യം അറിയാനാ ഞങ്ങൾ ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇവിടെ വന്നത്, രാജൻ നയചാതുര്യത്തോടെയാണ് പറഞ്ഞത്. ഇരുമ്പുകിലെ പിള്ളേരെ കാളക്കാരൻ മാർക്കോച്ചൻ വിശ്വസിച്ച കാലം പോയി. മാർക്കോച്ചനെ ഇനി മണ്ടനാക്കണ്ട. ദേ പിന്നെയും മാർക്കോച്ച, ഇത്രയും വർഷമായിട്ടും ശല്യത്തിന് വരാത്തവരാ ഞങ്ങൾ പക വെച്ച് പുലർത്തിയിരുന്നെങ്കിൽ ഇതിനു മുമ്പ് ഇവിടെ വരുമായിരുന്നില്ലേ? റോബിൻ ചോദിച്ചു. പക തീർക്കാൻ ഇവിടെ വന്നാൽ രക്ഷയില്ലെന്ന് തോന്നിയിട്ടാവും. മാർക്കോച്ചൻ അത് കള. ശകലം താണു തന്നെന്ന് വെച്ച് തല കയറി നിരങ്ങാൻ നോക്കണ്ട. രാജന്റെ നിയന്ത്രണം ചോർന്നു. ചേട്ടാ വേണ്ട, റോബിൻ പതിയെ പറഞ്ഞു. എന്റെ മക്കള് രണ്ടുപേരും തൂക്കുകയറിൽ കിടന്ന് ആടുമെന്നല്ലേ നീയൊക്കെ വീമ്പിളക്കിയത്? മാർക്കോച്ചൻ അവരെ തുറച്ചു നോക്കി. ദൈവത്തിന്റെ നീതി അവരുടെ രക്ഷയ്ക്ക് എത്തിയടാ. അതുകൊണ്ട് മനുഷ്യന്റെ നിയമത്തിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. മാർക്കോച്ചന്റെ ശബ്ദമിടറി. വത്സമ്മ സമനില വീണ്ടെടുത്തു. ഒട്ടും മര്യാദ ഇടാതെ വത്സമ്മ ചോദിച്ചു. നിങ്ങൾക്ക് എന്താ വേണ്ടത്? വാ, അകത്തിരുന്ന് സംസാരിക്കാം. വത്സമ്മ വീട്ടിലേക്ക് നടന്നു. രാജനും റോബിനും കണ്ണിൽ നോക്കിയിട്ട് പിന്തുടർന്നു. ചെറിയ വീടാണ്, പണി തീരാത്ത വീട്. രാജനും റോബിനും വീടാകെ നോക്കി കണ്ടു. വത്സമ്മ ഉള്ളിൽ നിന്നും കസേരകളെടുത്ത് തിണ്ണയിലിട്ടു. ഇരിക്ക. രാജനും റോബിനും ഇരുന്നു. അവർക്ക് ഇരിപ്പുറക്കില്ലെന്ന് വത്സമ്മയ്ക്ക് മനസ്സിലായി. മാർക്കോച്ചൻ മുറ്റത്ത് ചുറ്റിത്തിരിഞ്ഞു. കൊല്ലാനാണെങ്കിൽ കുറെ കൂടി നേരത്തെ ആകാമായിരുന്നു, ഭിത്തിയെ ചാരി നിന്ന വത്സമ്മ ദുഃഖത്തോടെ പറഞ്ഞു. രാജനും റോബിനും മറുപടി പറയാതെ മുഖം കുരിച്ചു. ഇവിടെ വന്നു കഴിഞ്ഞ ഓരോ ദിവസവും മരണത്തെ മുന്നിൽ കണ്ടാ ജീവിച്ചത്.
എന്നെയും മകനെയും നിങ്ങൾ വെറുതെ വിടില്ലെന്ന് തോന്നൽ. 4-5 കൊല്ലം വരെ ആ പേടിയുമായി ജീവിച്ചു. പിന്നെ പേടി കുറഞ്ഞു കുറഞ്ഞില്ലാതായി. ഞാനും മോനും ഇതേവരെ ഒരു ശല്യത്തിന് അങ്ങോട്ട് വന്നില്ലല്ലോ. പിന്നെ പിന്നെ എന്തിനാ ഇപ്പോ? വത്സമ ചോദിച്ചു. ഞങ്ങൾക്ക് അവനെ ഒന്ന് കാണണം, രാജൻ പതിയെ പറഞ്ഞു. അവന്റെ പേര് പോലും മറന്നു അല്ലേ? ഞാൻ നിങ്ങൾക്ക് വെറുക്കപ്പെട്ടവളാവാം, എന്നാൽ അവൻ അവൻ നിങ്ങളുടെ ചേട്ടന്റെ രക്തമല്ലേ? ചേട്ടനെ കൊല്ലാൻ കൂട്ടുന്നെന്ന് നിങ്ങൾ അത് പറയരുത്, റോബിൻ ശോഭിച്ചു. റോബിൻ, വത്സമയുടെ സ്വരമുയർന്നു. ആ കണ്ണുകൾ വന്യമായി തിളങ്ങി. അരുത്, പുറത്തെടുക്കാൻ ആഗ്രഹിക്കാത്തതൊന്നും വലിച്ചിളക്കരുത്. ഒന്നും അറിയാത്തവളെ പോലെ ഞാൻ എവിടെ വിട്ടുപോകുന്നെന്ന് വിചാരിച്ച് എന്റെ മനസ്സിൽ തീ കെട്ടിട്ടില്ല. ആ തീ ഏത് നിമിഷത്തിലും ആളിക്കത്താം. ആളിക്കത്തുമെന്ന് മനസ്സിലായി, അതുകൊണ്ടാ ഞങ്ങൾ അവനെ തേടിയിറങ്ങിയത്, റോബിൻ പറഞ്ഞു. എനിക്ക് മനസ്സിലായില്ല, വത്സമ്മ അമ്പരന്നു. എന്താ അവന്റെ പേര്? രാജൻ ചോദിച്ചു. ജനിച്ചു വീണപ്പോ മുതൽ നികൃഷ്ട ജീവിയായി കണ്ട അവനെ പേര് ചൊല്ലി വിളിച്ചിട്ടുണ്ടെങ്കിലല്ലേ അത് ഓർമ്മിക്കൂ. ജെറി, അതാണ് അവന്റെ പേര്. ജെറി, അവൻ എവിടെ ഇല്ലേ? ഇല്ല. എവിടെ പോയി? ഒരു ജോലിക്ക് ഇന്റർവ്യൂവിന് വിളിച്ചിരുന്നു. രാജൻ റോബിനെ ഒന്ന് നോക്കി. അല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം റോബിൻ അന്വേഷിച്ചു. പോയിട്ട് എത്ര ദിവസമായി? 4 ദിവസമായി. പെട്ടെന്ന് വത്സമ്മ വെങ്ങിപ്പൊട്ടി. അവർ കണ്ണുകൾ തുടച്ചു. മുറ്റത്ത് ചുറ്റിത്തിരിഞ്ഞ മാർക്കോച്ചന്റെ കാലുകൾക്ക് ചലനമറ്റു. അയാൾക്ക് എന്തൊക്കെയോ സംശയങ്ങൾ. എന്തിനാ കരയുന്നേ? രാജൻ ചോദിച്ചു. ഒന്നുമില്ല, വെറുതെ. വത്സമ്മ കരച്ചിൽ നിർത്തി. തിരിച്ചു വരുമെന്ന് പറഞ്ഞ ദിവസം കഴിഞ്ഞിട്ട് ഇത്രയുമായിട്ടും ജെറി വന്നില്ല അല്ലേ? വികൃതമായി ചിരിയുമായി റോബിൻ ചോദിച്ചു. ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ തിരികെ കത്തിച്ച രാജൻ വീണ്ടും കസേരയിൽ വന്നിരുന്നു. അവരുടെ സംസാരവും ചലനങ്ങളും ശ്രദ്ധയോടെ നോക്കി നിൽക്കുന്ന മാർക്കോച്ചിനെ അയാളൊന്ന് നോക്കി. ഇല്ല, അങ്ങനെയൊന്നുമില്ല. എന്താ, നിങ്ങൾ അവനെ കണ്ടോ? വത്സമ്മയ്ക്ക് ആശങ്കയായി. അതിന് ഞങ്ങൾ അവനെ കണ്ടാ തിരിച്ചറിയുമോ? നിങ്ങൾ എന്തോ മറച്ചു വെക്കുന്നുണ്ട്. ജെറിയെ തേടി ഇത്രയും ദൂരം നിങ്ങൾ വെറുതെ വന്നതല്ല. രാജ, റോബിൻ, എന്താ എന്താ കാര്യം? വത്സമ്മ അപേക്ഷിച്ചു. ഒന്നുമില്ലെന്നേ, അമ്മയ്ക്ക് ഒത്തിരി പ്രായമായില്ലേ. എപ്പോഴും ടോമിച്ചിന്റെ കുഞ്ഞിന്റെ കാര്യം പറയും. അവനെ കാണാനുള്ള ആഗ്രഹം അമ്മയ്ക്ക് കലശലായിരിക്കുന്നു. നിർബന്ധം സഹിക്കാതായപ്പോ ഞങ്ങൾ ഇറങ്ങി തിരിച്ചതാ, രാജൻ വിശദീകരിച്ചു. മാർക്കോച്ചൻ പെട്ടെന്ന് തിണ്ണയിലേക്ക് ചാടിക്കയറി. അയാളുടെ മുഖത്തെ മാംസപേശികൾ വലിഞ്ഞു മുറുകി. എടി, വിശ്വസിക്കരുത്. ഇരുമ്പുകളെ ഒരു സന്തതിയുടെ വാക്ക് കേട്ട് വിശ്വസിച്ചിറങ്ങിയ നീ ഇത്രയും അനുഭവിച്ചു കഴിഞ്ഞു. ആ കുടുംബത്തിലെ ഒറ്റൊരുത്തിനെ വിശ്വസിക്കരുത്. ചതിയന്മാരാ, ദുഷ്ടന്മാരാ, മനുഷ്യരെ കശാപ്പ് ചെയ്യുന്നവരാ, വിശ്വസിക്കരുത്. ഇച്ചാച്ചാ, പോ, നീ അകത്തു പോ. മാർക്കോച്ചൻ അകത്തേക്ക് കൈ ചൂണ്ടി അലറി. റോബിൻ എഴുന്നേറ്റ് ചെന്ന് മാർക്കോച്ചന്റെ കൈത്തണ്ടയിൽ പിടിച്ചു. എന്താ മാർക്കോച്ച ഇത്? കാലം ഉണക്കാത്ത മുറിവുകളുണ്ടോ? കാലം ഉണക്കാത്ത മുറിവുകൾ ഉണ്ടടാ, എന്റെ ഹൃദയത്തിൽ, എന്റെ മോളുടെ ഹൃദയത്തിൽ. മാർക്കോച്ചൻ കോപവും ദുഃഖവും അടക്കാനാകാതെ വീർപ്പുമുട്ടി. അയാൾ നെഞ്ചിൽ ആഞ്ഞടിച്ചു. മുറിവ് നിനക്ക് കാണുവാടാ, ഈ നെഞ്ചു പിളർന്ന് നോക്കടാ. നിന്റെയൊക്കെ അപ്പൻ ആദ്യം ഏൽപ്പിച്ച മുറിവും ഈ നെഞ്ചിനകത്ത് കാണുമടാ. മാർക്കോച്ച, കേറി വരണോ? വഴിയിൽ നിന്ന് ഉറക്കെയുള്ള ചോദ്യം. വഴിയിൽ ആളുകളുടെ എണ്ണം വർദ്ധിച്ചത് രാജനും റോബിനും കണ്ടു. മാർക്കോച്ചൻ വിരലിനൊടിച്ചാൽ അവർ പാഞ്ഞെടുക്കുമെന്ന് അവർക്ക് ബോധ്യമായി. മാർക്കോച്ചൻ കിതപ്പോടെ അരമതിലിരുന്നു. പൊയ്ക്കോ, കള്ളക്കളിക്ക് ഇനിയും നിൽക്കാതെ വേഗം ജീപ്പിൽ കയറി സ്ഥലം വിട്ടോ. ഈ വയസ്സിനെ സഹായിക്കാൻ നിൽക്കുന്നവരുടെ എണ്ണം കണ്ടോ? മാർക്കോച്ചൻ പിറുപിറുത്തു. വത്സമ്മയ്ക്ക് ആദ്യം അടക്കാൻ കഴിയുന്നില്ല. ജെറിക്ക് എന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ട്, അതിവർക്കറിയാം. ജെറി ഇവരുടെ കയ്യിൽ ചെന്ന് പെട്ടിട്ടുണ്ടാവുമോ? കോഴിക്കോടിന് പോയ അവൻ ഇത്രയും ദൂരത്തേക്ക് പോകുമോ? അവൻ ഈ മമ്മിയോട് കള്ളം പറയുമോ? വത്സമ്മ രാജനെയും റോബിനെയും മാറി മാറി നോക്കി. ഭർത്താവിന്റെ അനുജന്മാരാണെങ്കിലും തന്നേക്കാൾ പ്രായം ഇവർക്കുണ്ട്. 22ാമത്തെ വയസ്സിലാണ് തന്നെ ടോമിച്ചൻ ആ വീട്ടിലേക്ക് കൊണ്ടുചെന്നത്. ചേട്ടന്റെ ഭാര്യയെ അനുജന്മാർ ഒരിക്കലെങ്കിലും ചേച്ചി എന്ന് വിളിച്ചിട്ടില്ല. ചേച്ചിയുടെ സ്ഥാനത്തെന്നല്ല, ആ കുടുംബത്തിലെ വേലക്കാരിയായി പോലും അംഗീകരിച്ചിട്ടില്ല. എന്നും താൻ അവൾക്ക് ശത്രുവായിരുന്നു. എത്ര വട്ടം നീയെന്നും എടിയെന്നൊക്കെ പറഞ്ഞു വിളിച്ചിരിക്കുന്നു. മുടിക്ക് കുത്തിപ്പിടിച്ച് ചുവരിലേക്ക് ആഞ്ഞെറിഞ്ഞിട്ടുണ്ട്. വലിയ വിറകുമ്പ് അമ്മയുടെ കയ്യിൽ പിടിപ്പിച്ചിട്ട് തന്നെ ആഞ്ഞടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചെയ്യാൻ അമ്മയ്ക്കൊരു വൈമനസ്യവുമില്ലായിരുന്നു. അവരിതാ ഇവിടെ എത്തിയിരിക്കുന്നു. ഇരുമ്പുകലെ മുട്ടാളന്മാർ. ഈ ചാച്ചൻ പറഞ്ഞത് ശരിയാണ്. ഇരുമ്പുകലെ സന്തതികളെ വിശ്വസിക്കരുത്. പക്ഷെ തന്റെ ടോമിച്ചനും ഇരുമ്പുകലെ ആയിരുന്നല്ലോ. വളരെ നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം രാജൻ നയത്തോടെ വത്സമയെ സമീപിച്ചു. ഈ വീട്ടിൽ ഞങ്ങൾ വന്നിട്ട് ഒരു ഗ്ലാസ് കാപ്പി പോലും തരാനുള്ള മര്യാദ കാണിച്ചില്ല. പോട്ടെ, സാരമില്ല,
ഞങ്ങളോടുള്ള വിരോധം ഇനിയും കുറഞ്ഞിട്ടില്ലെന്ന് മനസ്സിലായി. രാജൻ ഒന്ന് നിർത്തിയിട്ട് തുടർന്നു. ചേട്ടന്റെ മകൻ ഇപ്പൊ ഞങ്ങൾക്കൊപ്പം വലുതായിട്ടുണ്ടാവുമല്ലോ. അവന് നല്ല ആരോഗ്യമുണ്ടോ? അമ്മയോട് പറയാനാ. അവനെ കൂട്ടിക്കൊണ്ട് ചെല്ലാമെന്ന് പറഞ്ഞിട്ടാ ഞങ്ങൾ പോന്നത്. അവനെ ഒന്ന് കാണുക പോലും ചെയ്യാതെ ഒരു ഉപകാരം ചെയ്യാമോ? അമ്മയുടെ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടാ. അവന്റെ ഒരു ഫോട്ടോ തരാമോ? വത്സമ്മ സംശയത്തോടെ രാജനെ നോക്കി. ദേ, ഇപ്പോഴും സംശയം. ഫോട്ടോ തരുന്നത് എന്തിനാ സംശയിക്കുന്നത്? ചെയ്ത തെറ്റുകളോർത്ത് കണ്ണീനീർ ഒഴുക്കി കഴിയുന്ന അമ്മ അവന്റെ ഫോട്ടോ കണ്ടിട്ടെങ്കിലും ആശ്വസിക്കട്ടെ. വത്സമ്മ മാക്രോച്ചിനെ നോക്കി. അയാൾ ഒന്നും പറഞ്ഞില്ല. വത്സമ്മ അകത്ത് ചെന്ന് ജെറിയുടെ ഒരു ഫോട്ടോ എടുത്തുകൊണ്ടുവന്നു. രാജൻ ഫോട്ടോ വാങ്ങി സൂക്ഷിച്ചു നോക്കി. റോബിനും അടുത്തെത്തി. രാജനും റോബിനും വഴിയിലേക്ക് നോക്കി. പ്രശ്നമൊന്നും ഉണ്ടാകില്ലെന്ന് കണ്ടിട്ടാകും അയൽക്കാരെല്ലാം പോയി കഴിഞ്ഞു. രാജൻ ഗൂഢസ്മിതത്തോടെ ഫോട്ടോ പോക്കറ്റിലിട്ടു. അവൻ തന്നെ, രാജൻ മന്ത്രിച്ചു. വത്സമ്മ അത് കേട്ടു. വത്സമ്മ എന്തോ ചോദിക്കാൻ ഭാവിച്ചപ്പോൾ രാജനും റോബിനും മുറ്റത്തേക്ക് ചാടിയിറങ്ങി. മാർക്കോച്ചൻ അമ്പരപ്പോടെ എഴുന്നേറ്റു. രാജനും റോബിനും ജീപ്പുമായി പോകുന്നത് വെറുതെ അവർ നോക്കി നിന്നു. മമ്മി, മമ്മി! ജെറിയുടെ വരണ്ട ചുണ്ടനങ്ങി. ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്ന ലീന ആ സ്വരം കേട്ടു. അവർ ജെറിയുടെ കിടക്കയ്ക്കരിയിലെത്തി. ജെറി! ലീന പതിയെ വിളിച്ചു. ജെറി കണ്ണുകൾ തുറന്നു. ലീനയുടെ പ്രസന്നമായ മുഖത്ത് അയാളുടെ കണ്ണുകൾ തങ്ങി നിന്നു. ഞാൻ ഞാൻ എന്താണ് പറയേണ്ടതെന്ന് അറിയാതെ ജെറി വിഷമിച്ചു. സ്വപ്നം കണ്ടു അല്ലേ? മമ്മി അടുത്തുണ്ടായിരുന്നോ? കൗതുകത്തോടെ ലീന ചോദിച്ചു. അവൾ കിടക്കയ്ക്കരികിലുള്ള കസേരയിലിരുന്നു. ജെറി നിശബ്ദനായി കിടന്നു. മമ്മി എവിടെയാണെന്ന് ജെറിയോട് ഞാൻ എത്ര വട്ടം ചോദിച്ചു. ആശുപത്രിയിൽ എത്തിയിട്ട് ഇത് 3-ാം ദിവസമാണ്. മമ്മി വരണമെന്നുണ്ടെങ്കിൽ ജെറിയുടെ വീട് എവിടാന്ന് പറയണം. മമ്മി എവിടെയാണെങ്കിലും ഇവിടെ എത്താൻ ഏർപ്പാടുണ്ടാക്കാം. നേരോ? ഇത്രയായിട്ടും എന്നെ വിശ്വാസമായില്ലേ? ലീനയെ വിശ്വാസമാ. എന്നാലും അയാളെ, ഏതയാൾ? ജോണങ്കിൾ. അയാളെ പിന്നെ ഇതേവരെ കണ്ടില്ലല്ലോ. ഒത്തിരി തിരക്കുള്ള ആളാണ് ജോണങ്കിൾ. ജെറിക്ക് അസുഖമായിട്ട് ആശുപത്രിയിലാണെന്ന വിവരം പോലും അറിഞ്ഞു കാണില്ല. എന്താ ഇത്ര തിരക്ക്? ബിസിനസ്സുകാരനാണോ? ബിസിനസ്സും ഉണ്ട്. പിന്നെ ജെറി, ഈ ഞാൻ, ശിവൻകുട്ടി, ഗൗരി, ദേവസ്യച്ചൻ, തങ്കച്ചൻ, അങ്ങനെ നമ്മളെപ്പോലെ വളരെ പേരുടെ സംരക്ഷണ ഭാരവും. എനിക്ക് മനസ്സിലാകുന്നില്ല. തിടുക്കപ്പെട്ട് ഒന്നും മനസ്സിലാക്കണ്ട. എനിക്ക് ഇവിടെ നിന്ന് പോകാറായോ? ഡോക്ടർ എന്തു പറഞ്ഞു? ഇവിടെ നിന്ന് പോയാൽ മമ്മിയുടെ അടുത്തെത്തും, എന്റെ വീട്ടിൽ. പോകുമ്പോ ആ പെട്ടി വേണോ? പെട്ടി? എന്റെ ബ്രീഫ് കേസ്? ജെറി ഒന്നും മിണ്ടാതെ ലീനയെ ഒന്ന് നോക്കിയിട്ട് പെട്ടെന്ന് കണ്ണുകൾ മാറ്റി. ഒരു വലിയ കത്തിയും ഒരു ചെറിയ കത്തിയും. അതെന്തിനാ? കുത്താനാണെങ്കിൽ ഒരു കത്തി പോരെ? ലീനയുടെ ചുണ്ടിൽ കുസൃതി ചിരി. ലീന, എന്റെ അടുത്തിരുന്ന ഡാനി? വിഷയം മാറ്റാൻ ജെറി ചോദിച്ചു. ഡാനിയെ നോക്കാൻ ആളുണ്ടോ എന്നോ? ഞാൻ എപ്പോഴും ഇവിടെ തന്നെ അല്ലല്ലോ. അല്പം മുമ്പ് വരെ ഇവിടെ ശിവൻകുട്ടിയായിരുന്നു. എന്താ ജെറി, ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഇഷ്ടമല്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാനിരുന്ന അതുമിത് ചോദിക്കുമെന്ന് മനസ്സിലായതുകൊണ്ടാണോ? അതുകൊണ്ടല്ല. ഡാനിയുടെ സ്ഥിതി ഞാൻ കണ്ടതല്ലേ. ലീനയുടെ സഹായം ഡാനിക്ക് എപ്പോഴും വേണമെന്ന് തോന്നി. ആരുടെയെങ്കിലും സഹായം വേണം, അത് ശരിയാ. അവിടെയുള്ളവർക്കെല്ലാം ഡാനിയെ ശുശ്രൂഷിക്കാൻ പരിശീലനമുണ്ട്. ഞാനില്ലെങ്കിലും ഒന്നിനും ഒരു കുറവ് വരില്ല. ഞങ്ങൾക്ക് കിട്ടിയ ഈ പുതിയ ഇരയെ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് തോന്നി. അതാണ് ജെറിയെ വിടാതെ പിടികൂടിയിരിക്കുന്നത്. ഇരയോ? ജെറി അമ്പരന്നു. അതെ, ഇര. ഞങ്ങൾക്ക് ഏറ്റവും ഒടുവിൽ കിട്ടിയ ഇര. ഏറ്റവും മികച്ചതും. മനസ്സിലായില്ല. തിടുക്കപ്പെട്ട് ഒന്നും മനസ്സിലാക്കേണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ജെറി ലീനയെ നോക്കിക്കിടന്നു. അയാളുടെ കണ്ണുകളിൽ ഭയം നിഴലിക്കുന്നത് ലീന കണ്ടു. ഈ ഹോസ്പിറ്റലിലും ഞാനൊരു തടവുകാരനാണോ? ജെറി ചോദിച്ചു. അതെ. മറുപടി പെട്ടെന്നായിരുന്നു. ജെറി ചാടി പിടന്ന് എഴുന്നേറ്റിരുന്നു. ബന്ധപ്പെട്ട് ശ്വാസം വലിക്കുന്നതിനിടയിൽ അയാൾ ചോദിച്ചു. നിങ്ങൾ എന്താ എന്നെപ്പറ്റി വിചാരിച്ചത്? ഞാൻ നിങ്ങളെ അടിമയായി കഴിഞ്ഞെന്നോ? അമർഷം കൊണ്ട് അയാൾ പല്ലുകൾ ഞെരിച്ചു. ജെറി, ലീന വിളിച്ചു. ദേ, എന്റെ മുഖത്ത് നോക്ക്. ഈ മുഖത്തു നിന്നും ജെറി ഒന്നും കണ്ടറിയുന്നില്ലല്ലോ. ലീനയുടെ മുഖത്തെ പ്രസന്നതയും വശ്യമായ ശാലീനതയും ജെറി കണ്ടു. അയാൾ ശാന്തനായി. കിടന്നു മടുത്തെങ്കിൽ കുറെ നേരം ഇരുന്നോളൂ. കുടിക്കാൻ എടുക്കട്ടെ? ജീരകവെള്ളം ഉണ്ട്. ലീന ജീരകവെള്ളം ഗ്ലാസ്സിൽ പകർന്ന് ജെറിക്ക് കൊടുത്തു. ജെറി വിസമ്മതമില്ലാതെ അത് കുടിച്ചു. ഈ മകൻ മമ്മിയുടെ അടുത്ത് നിന്ന് മാറി നിന്നിട്ടില്ല അല്ലേ? അതിന്റെ ദോഷങ്ങൾ കാണാനുണ്ട്. ലീന ചിരിച്ചു. ലീന, ഇവിടെ നിന്ന് എന്നെ വിടാൻ ദയവുണ്ടാകുമോ? കരുത്തനായ ഒരു യുവാവ് ഇങ്ങനെ യാചിക്കരുത്. അബലയായ ഒരു പെണ്ണ് മാത്രമല്ലേ ഇവിടെ ഉള്ളൂ. എന്നെ തട്ടിത്തെറിപ്പിച്ചിട്ട് ജെറിക്ക് പോകാനല്ലോ. ലീനെ, കളിയാക്കരുത്. എന്നെ വിട്ടയക്ക്. എന്റെ അപേക്ഷയാണ്.
എന്നെ ഇനിയും കണ്ടില്ലെങ്കിൽ ആദ്യം എടുത്ത് മമ്മി മരിച്ചു പോകും ലീനെ. ഞാൻ ഈ മുറി വിട്ട് പുറത്തിറങ്ങിയാലും എന്നെ പിടിക്കാൻ നിങ്ങളുടെ ആളുകളുണ്ടാവും, അതെനിക്കറിയാം. അങ്ങനെ ഉണ്ടാകാതിരിക്കാനാ സമ്മതം ചോദിക്കുന്നത്. ലീന വീണ്ടും കസേരയിലിരുന്നു. അവൾ ജെറിയുടെ കണ്ണുകളിലേക്ക് നോക്കി. ജെറി എന്താ പറഞ്ഞത്? മമ്മി ആദ്യം എടുത്ത് മരിച്ചു പോകുമെന്നോ? ആ വിചാരമുണ്ടായിരുന്നെങ്കിൽ ജെറി ജോണങ്ങളുടെ കൈകളിൽ എത്തുമായിരുന്നോ? ഞങ്ങളുടെ തടവിൽ അകപ്പെടുമായിരുന്നോ? ഒരാളെയോ ഒന്നിലധികം പേരെയോ കുത്തിക്കൊന്നിട്ട് മമ്മിയുടെ കൂടെ സുഖമായി പാർക്കാമെന്ന് ആരെങ്കിലും വിചാരിക്കുമോ? ജെറിയുടെ മുഖം കുനിഞ്ഞു. ജെറിക്ക് ഞാൻ ഒരു ലൈറ്റ് മെഷീൻ ഗൺ തരാം. ലീനയുടെ സ്വരം ഗൗരവമുള്ളതായി. എന്തിന്? ജെറി ഞെട്ടി. കൊല്ലാൻ. ഒളിഞ്ഞു നിന്ന് അതിവിദഗ്ധമായി എതിരാളിയെ കൊലപ്പെടുത്താൻ. അല്ലാതെ കത്തി പെട്ടിയിലാക്കി നടന്ന ഒരു പ്രയോജനവും ഉണ്ടാകില്ല. ലീന കൂടെ കൂടെ എന്നെ പരിഹസിക്കുന്നു. പരിഹസിക്കും. ഈ പരിഹാസം ജെറിയുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഞാൻ നിങ്ങളുടെ ഇരയാണെന്നല്ലേ പറഞ്ഞത്? എലിയുടെ പ്രാണവേദന കണ്ട് പൂച്ച രസിക്കാറുണ്ട്. ലീന വാച്ചിൽ സമയം നോക്കി. എനിക്ക് 1 മണിക്കൂറിനുള്ളിൽ തിരിച്ചു പോകണം. ഈ സമയത്തിനുള്ളിൽ ജെറി എനിക്ക് വിവരങ്ങൾ തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ജെറി സംശയത്തോടെ ലീനയെ നോക്കി. ജെറി. ലീന അയാളുടെ മുഖത്ത് കണ്ണുകളുറപ്പിച്ച് തുടർന്നു. എന്നെ വിശ്വസിക്കൂ. ജീവിതത്തിൽ ആരെയെങ്കിലും പൂർണ്ണമായി വിശ്വസിക്കണം. ഗുണദോഷങ്ങളെപ്പറ്റി അപ്പോൾ ആലോചിക്കരുത്. എന്ത് വിവരങ്ങളാണ് ഞാൻ തരേണ്ടത്? എല്ലാം. ജെറിയുടെ ബ്രീഫ് കേസിനുള്ളിലെ കത്തികളുടെ രഹസ്യം, ജെറിയുടെ സ്വദേശം, കുടുംബ പശ്ചാത്തലം എല്ലാം പോലീസിന് കൊടുക്കുന്ന മൊഴി പോലെയല്ല. ഭീഷണിയുടെ മുന്നിൽ വഴങ്ങി പറയുന്നതുമാകരുത്. അതല്ലാതെ ജെറിക്ക് ഏറ്റവും അടുത്ത ആളോട് പറയുന്നത് പോലെ. ജെറി, വിശ്വാസത്തോടെ മനസ്സൊന്ന് തുറക്കൂ. ജെറിക്ക് ധൈര്യം പകരാൻ എന്ന പോലെ ലീന കിടക്കയിൽ അമർന്നിരുന്ന് അയാളുടെ കൈപ്പത്തിക്ക് മുകളിൽ അവളുടെ കരം വെച്ചു. പറയ് ജെറി, ഇനി ഞാൻ എങ്ങനെയാണ് ജെറിക്ക് വിശ്വാസം നൽകേണ്ടത്? ലീനയുടെ കണ്ണുകൾ ഈറനണിഞ്ഞത് ജെറി കണ്ടു. ആ കണ്ണുകൾ വാചാലമാണെന്ന് അയാൾക്ക് മനസ്സിലായി. അപ്പോഴും ജെറിയുടെയും ലീനയുടെയും കൈകൾ ചേർന്നിരിക്കുകയായിരുന്നു. മമ്മിക്ക് ഞാൻ ഒരൊറ്റ മകൻ. മമ്മി അങ്ങകലെ മലബാറിലെ കുടിയേറ്റ ഗ്രാമത്തിൽ, ഇരിട്ടിയിൽ. മമ്മിയുടെ ഇച്ഛാശനമൊത്ത് ജെറി പറഞ്ഞു തുടങ്ങി. ലീന ആകാംക്ഷയോടെ കേട്ടിരുന്നു. നിമിഷങ്ങൾ കടന്നുപോയി. വാതിലിൽ മുട്ടിയത് ജെറിയുടെ സംസാരത്തിന് തടസ്സമായി. ലീന വാതിൽ തുറന്നു. ദുഃഖത്തിന്റെ പ്രതീകം പോലെ ഒരു സ്ത്രീ. ചേച്ചി ഇവിടെ? ലീന ഉത്കണ്ഠയോട് ചോദിച്ചു. തോപ്പിലെ വീട്ടിൽ ഞാൻ പോയിരുന്നു. ശിവൻകുട്ടി പറഞ്ഞു നീ ഇവിടെ ഉണ്ടെന്ന്. കേറിയിരിക്കും ചേച്ചി. ഇരിക്കാനൊന്നും നേരമില്ല ലീനെ. പയ്യന് അസുഖം എങ്ങനെയുണ്ട്? കുറവായി. എന്താ അതിന്റെ പേര്? ജെറി. ചേച്ചി എന്താ അത്യാവശ്യമായിട്ട് ഇങ്ങോട്ട്? ചേട്ടനെ ഉപദ്രവിച്ചോ? ഞാൻ എങ്ങനെയാ നിന്നോടത് പറയുന്നത്? നിന്നോടല്ലാതെ ആരോടും പറയാനുമില്ല. കഞ്ഞി വെക്കാൻ 1 മണി അരി പോലും വീട്ടിലില്ല മോളെ. അതെന്താ ചേച്ചി? 50 കിലോ അരി കൊടുത്തയച്ചിട്ട് ഒരാഴ്ചയായിട്ടില്ലല്ലോ. ശരിയാ, ഇനി അങ്ങനെയും രക്ഷയില്ലാതെയായി. വീട്ടിൽ ബാക്കിയുണ്ടായിരുന്ന അരി മുഴുവൻ ചേട്ടൻ തപ്പി വാരിക്കൊണ്ടുപോയി ലീനെ വിറ്റു വെള്ളം കുടിക്കാനാ. ദൈവമേ, എങ്ങനെയും ഗതികേടുണ്ടോ? കറിക്കരയ്ക്കാൻ കുറെ തേങ്ങ കൊടുത്തയച്ചില്ലേ, അതും കൊണ്ടുപോയി. കഷ്ടം. അരിയും സാധനങ്ങളും വാങ്ങാൻ രൂപ തന്ന ചേട്ടൻ അത് പിടിച്ചു പറിക്കുമെന്ന് കണ്ടിട്ടാണ് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തയച്ചുകൊണ്ടിരുന്നത്. ആ വഴി മറിഞ്ഞാൽ ഞങ്ങളിനി എന്താ ചെയ്യേണ്ടത്? നീ തന്നെ പറയ്. അങ്കിൾ ഇങ്ങോട്ട് വന്നോട്ടെ. ചേട്ടനെ ഇങ്ങനെ വിട്ടാ പറ്റില്ല. ഞാൻ കടയിലേക്ക് ഫോൺ ചെയ്ത് പറയാം. തൽക്കാലം ആവശ്യമുള്ളത് എന്താണെങ്കിലും ചേച്ചി വാങ്ങിക്കൊണ്ടു വെക്കോ. ഞാൻ ജെറിയെ ഒന്ന് കണ്ടോട്ടെ. വരൂ. അവർ മുറിയിലേക്ക് കയറി. ജെറി, എന്റെ ചേട്ടനെ ഓർക്കുന്നില്ലേ? കുര്യച്ചൻ. ഇത് ചേട്ടന്റെ ഭാര്യ ആനിയമ്മ. ലീന പരിചയപ്പെടുത്തി. രോഗമൊക്കെ കുറഞ്ഞില്ലേ? ആനിയമ്മ അന്വേഷിച്ചു. ജെറി മൂളി. എന്നാ ഞാൻ ചെല്ലട്ടെ ലീനെ. ചേച്ചി, ഈ വിഷമസ്ഥിതിയിൽ ചേച്ചിയെ ആശ്വസിപ്പിക്കാൻ എനിക്കൊരു കഴിവുമില്ല. എല്ലാം സഹിക്കാൻ ചേച്ചിക്ക് ശക്തി കൊടുക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ചേച്ചി വാ, ഞാൻ കടയിലേക്ക് ഫോൺ ചെയ്യാം. ജെറി, ഞാൻ ഉടനെ വരാം. ലീന ആനിയമ്മയും കൂട്ടി നടന്നു. ലീന തിരിച്ചെത്തിയപ്പോൾ ജെറി കിടക്കുകയായിരുന്നു. പറയൂ ജെറി, ഇനിയുള്ളതും കൂടി അറിയട്ടെ. ജെറി കുറെ നേരം നിശബ്ദനായി കിടന്നിട്ട് പറഞ്ഞു തുടങ്ങി. തോപ്പിൽ എന്ന് നാട്ടുകാർ പറയുന്ന സ്ഥലത്തെ വീട്ടിൽ ലീന തിരിച്ചെത്തിയപ്പോൾ ജോണങ്കിൾ അവിടെ ഉണ്ടായിരുന്നു. അങ്കിൾ എപ്പോഴാ വന്നത്? ലീന അന്വേഷിച്ചു. ഇപ്പൊ വന്നതേ ഉള്ളൂ. അപ്പോഴാ ജെറി ആശുപത്രിയിലാണെന്ന് അറിഞ്ഞത്. നീ ഉടനെ വരുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വരാതിരുന്നത്, ജോണങ്കിൾ പറഞ്ഞു. അങ്കിൾ തന്ന ഫോൺ നമ്പറുകളിലെല്ലാം വിളിച്ചിരുന്നു. ഒരു സ്ഥലത്തു നിന്നും മെസ്സേജ് കിട്ടിയില്ലേ? എന്റെ യാത്ര മറ്റു ചില റൂട്ടുകളിലൂടെയായിരുന്നു. ജോണങ്കിൾ ചിരിച്ചു. ആട്ടെ, ജെറിയുടെ കഥകളെല്ലാം ചോർത്തിയെടുത്തോ?
പിന്നില്ലേ, കുറെ അധികം ശ്രമം വേണ്ടി വന്നു. ഏതായാലും അങ്കിളിന് കിട്ടിയ ഏറ്റവും നല്ല ഇര തന്നെ. അതെന്താ? അങ്കിളിന് തൃപ്തിയാകും, അത് തന്നെ. വിശദീകരിക്കാതെ നീ പറഞ്ഞു തുടങ്ങ്. സമയം പാഴാക്കാതെ എന്തെങ്കിലും ചെയ്യുമല്ലോ. കേട്ടാ ഈ നിമിഷത്തിൽ അങ്കിൾ ചാടി പുറപ്പെടും, തീർച്ച. ഒരു ഗ്ലാസ് ചായയെങ്കിലും എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുടിച്ചിട്ടേ പോകാവൂ, കേട്ടോ. ജെറിയിൽ നിന്നും കേട്ടറിഞ്ഞതെല്ലാം ജോണങ്കിളിന് വെളിപ്പെടുത്തി. രാത്രി ഓനച്ചനും കറിയക്കുട്ടിയും പതിവ് പോലെ ഒരു കുപ്പി റമ്മും 3 തരം ഇറച്ചി കൂട്ടിയുള്ള ഭക്ഷണവും കഴിച്ചിട്ട് ഉറങ്ങാൻ വട്ടം കൂട്ടുകയായിരുന്നു. അപ്പോഴാണ് ഒരു കാർ വീടിന്റെ മുന്നിൽ വന്നു നിന്നത്. കറിയക്കുട്ടി, കോള് വല്ലതുമാണോ? ഓണച്ചൻ ചോദിച്ചു. ആയിരിക്കും, അല്ലാതെ ഈ നേരത്ത് നമ്മുടെ മടയിൽ ആരെത്താനാ? പൂത്തിനോ കാളിക്കോ ആണെങ്കി മെനക്കേടാ. ഇറച്ചി കച്ചവടക്കാരൻ കാറിൽ വരുന്ന പതിവില്ലല്ലോ. ഓണച്ചനും കറിയാക്കുട്ടിയും മുറ്റത്തേക്ക് ഇറങ്ങി. അരയിൽ കത്തി ഭദ്രമായി ഇരിപ്പുണ്ടോ എന്ന് തപ്പി നോക്കി. കാറിൽ നിന്നിറങ്ങി വന്നയാളെ അവർ സസൂക്ഷ്മം വിലയിരുത്തി. പാന്റും ഷർട്ടും വേഷം, ആരോഗ്യമുള്ള ശരീരം, പ്രായം 50 കടന്നിട്ടുണ്ടാകും. ആകെപ്പാടെ യോഗ്യൻ. എന്താ? ആരാ? എവിടുന്നാ? ഓണച്ചൻ ചോദിച്ചു. ഞാൻ ജോണങ്കിൾ. അങ്കിളോ? ഓണച്ചൻ ചിരിച്ചു. അതെന്തോന്നാ, ഏത് അങ്കിളായാലും കാര്യം പറഞ്ഞു. അകത്തിരുന്ന് സംസാരിക്കാം. സംസാരിക്കാം, അത് ന്യായം. വന്നോളൂ. അവർ ജോണങ്കിളിനെ അകത്തേക്ക് അനയിച്ചു. ജോണങ്കിൾ വീടാകെ ഒന്ന് കണ്ടു. പുതിയ വീടാണ്. ചെറുതെങ്കിലും കോൺക്രീറ്റ് മേൽക്കൂര, വൃത്തിയുള്ള അന്തരീക്ഷം. ഇവിടെ വേറെ ആരും ഇല്ലേ? ജോണങ്കിൾ ചോദിച്ചു. ഇല്ല. ചോദ്യത്തിന്റെ പൊരുൾ മനസ്സിലായി. കറിയാക്കുട്ടിയാണ് പറഞ്ഞത്. കല്യാണം കഴിച്ച് പെണ്ണിനെയും പിള്ളേരെയും സംരക്ഷിക്കാൻ പറ്റിയ പണിയല്ല ഞങ്ങളുടേത്. കത്തിയുടെ മുന്നിൽ എന്നേലും തീരുന്ന തൊഴിലും ജീവിതവുമാ ദൈവം ഞങ്ങൾക്ക് തന്നത്. ജോണങ്കിൾ ചിരിച്ചു. കാളയും പോത്തും വിറ്റാലും ജീവിക്കാമായിരുന്നു. മനുഷ്യരെ കൈകാര്യം ചെയ്യുന്ന തൊഴിൽ, അതിന് ലാഭമാ. എന്താ വേണ്ടത്? വണ്ടി പിടിച്ചെടുത്ത് തരണോ? ബ്ലേഡിന് കൊടുത്ത കാശ് വാങ്ങി തരണോ? അതോ വല്ലവനെയും തട്ടിക്കളയണോ? ഓണച്ചൻ ചോദിച്ചു. ഒരാളെ തട്ടണം, റേറ്റ് കൂടും. കറിയക്കുട്ടി മുന്നറിയിപ്പ് നൽകി. അഡ്വാൻസ് തന്നാ പോരാ, തുക മുഴുവൻ കിട്ടിയാലേ ജോലി ചെയ്യൂ. വ്യവസ്ഥകൾ മുഴുവൻ അംഗീകരിക്കാം. തട്ടേണ്ട കക്ഷി വമ്പനാണോ? അത്ര വമ്പനൊന്നും അല്ല. സ്ഥലം എവിടെയാ? കുറച്ച് ദൂരെയാ. ഈ രാത്രി തന്നെ പോകണം. എന്നാൽ റേറ്റ് വീണ്ടും കൂടും. ആദ്യം ഒരു കുപ്പി റം സംഘടിപ്പിക്കണം. ആട്ടെ, എവിടം വരെ പോകണം? ഇരിട്ടിയിൽ. മലബാറിലെ ഇരിട്ടിയാണോ? അതെ. അവിടെ ഒരു മാർക്കോച്ചനില്ലേ? പണ്ടിവിടെ കാളക്കച്ചവടവുമായി കഴിഞ്ഞ കാള മാർക്കോച്ചനോ? ഓണച്ചന് ആകാംക്ഷയേറി. അതെ. അത് ഞങ്ങള് ഇച്ചാച്ചനാ. ഓണച്ചനും കറിയാക്കുട്ടിയും ഞെട്ടി. അവരുടെ കണ്ണുകൾ തുറിച്ചുന്തി. ജോണകൾ ചിരിയോടെ കയ്യിലിരുന്ന ബ്രീഫ് കേസ് തുറന്നു. അതിൽ നിറയെ കറൻസി. ജോണകൾ തുറന്നു വെച്ച ബ്രീഫ് കേസിനുള്ളിലെ നോട്ടുകെട്ടുകളിൽ ഓണച്ചന്റെയും കറിയാക്കുട്ടിയുടെയും കണ്ണുകൾ അല്പനേരമേ തങ്ങി നിന്നുള്ളൂ. പെട്ടി അടയ്ക്കടോ! ഓണച്ചൻ പൊട്ടിത്തെറിച്ചത് പെട്ടെന്നാണ്. അപ്രതീക്ഷിതമായ ആക്രോശം ജോണങ്ങളെ അമ്പരപ്പിച്ചു. എങ്കിലും പെട്ടെന്ന് ആ ഭാവം മാറ്റി അവരെ നോക്കി ചിരിച്ചു. നോട്ടുകെട്ടുകൾ കാണാത്തവരല്ല ഞങ്ങൾ. അത് കണ്ട് വിരണ്ടു പോകത്തുമില്ല. കറിയാക്കുട്ടി, ആ വാതിലടയ്ക്ക്. ഓണച്ചൻ പറഞ്ഞ ഉടനെ കറിയാക്കുട്ടി വാതിലടച്ച് അകത്തു നിന്നും പൂട്ടി താക്കോൽ എളിയിൽ തിരുകി. ജോണങ്ങൾ അക്ഷോഭിനായി അത് കണ്ടിരുന്നു. സത്യാവസ്ഥ അറിയാതെ ഇനി ഇവിടുന്ന് തന്നെ ഞങ്ങൾ വിടില്ല. ഓണച്ചൻ എളിയിൽ നിന്ന് കത്തി വലിച്ചെടുത്തു. ദാ ഇത് കണ്ടോ, ഇത് ദേഹം ചൊറിയാനുള്ളതല്ല. ജോണകൾ തെല്ലും ഭാവഭേദമില്ലാതെ ബ്രീഫ് കേസ് അടച്ചു. സഹായം തേടി വരുന്നവരെ ഉപേക്ഷിക്കുന്നവരല്ല കാള സഹോദരന്മാർ എന്ന് കേട്ടറിഞ്ഞാണ് ഇങ്ങോട്ട് വന്നത്. ജോണങ്ങൾ പറഞ്ഞു. അതെ, പക്ഷേ മൂട് മറക്കുന്ന സ്വഭാവം ഈ കാള സഹോദരന്മാർക്കില്ല. മറ്റുള്ളവർക്ക് വേണ്ടി കാളകളെ പോലെ അധ്വാനിക്കും, കണക്ക് പറഞ്ഞ് കാശ് മേടിക്കും. എന്നാലും മൂട് മറക്കില്ല. എനിക്കിഷ്ടായി. ആരെ? കറിയാക്കുട്ടി ചോദിച്ചു. നിങ്ങളെ. വിവരം മുഴുവൻ പറഞ്ഞു, അല്ലെങ്കിൽ നന്നായിട്ട് ഇഷ്ടപ്പെടുത്തി വിടാം. കറിയാക്കുട്ടി മീശ പിരിച്ചു. കറിയാക്കുട്ടി, TV അങ്ങ് തുറന്നേക്ക്, ഒച്ച കൂട്ടി വെച്ചേക്ക്, ഓണച്ചൻ കൽപ്പിച്ചു. കറിയാക്കുട്ടി ഒട്ടും വൈകാതെ TV പ്രവർത്തിപ്പിച്ചു. ഏതോ ഹിന്ദി സീരിയലിന്റെ ഭാഗങ്ങൾ ടെലിവിഷൻ സ്ക്രീനിൽ തെളിഞ്ഞു. കാതടുപ്പിക്കുന്ന സ്വരത്തിൽ ഹിന്ദി സംഭാഷണങ്ങൾ മുഴങ്ങി. ഇതെന്താ, നമുക്ക് സംസാരിക്കണ്ടേ? അസ്വസ്ഥനായ ജോണുകൾ ശബ്ദമുയർത്തി. ചോദ്യം കേട്ടില്ലെന്ന് ഓനച്ചൻ ആംഗ്യം കാട്ടി. ജോണുകൾ കഴിയാവുന്നത്രയും ശബ്ദമുയർത്തി ചോദ്യം ആവർത്തിച്ചു. ഓനച്ചൻ ആംഗ്യം കാട്ടിയപ്പോൾ കറിയക്കുട്ടി TVയുടെ ശബ്ദം കുറച്ചു. അടിയിടിയും വേണ്ടി വന്ന തൽക്കാലം ഒച്ച പുറത്തറിയേണ്ടെന്ന് വിചാരിച്ചിട്ടാ. നാട്ടുകാരെ പേടിച്ചിട്ടല്ല. ഇവിടെ TV ഒച്ചയിൽ വെച്ചാൽ അയൽവക്കക്കാർക്ക് അറിയാം ഇതിനകത്ത് നല്ല സിനിമാ കളി നടക്കുകയാണെന്ന്.
പതിവ് എങ്ങനെയാ? കൈകാര്യം ചെയ്യേണ്ട പലരെയും ഇവിടെ കൊണ്ടുവരാറുണ്ട്. TV നിർത്തി വാതിലിന്റെ പൂട്ട് തുറക്കുമ്പോ കാര്യം സാധിച്ചിരിക്കും. ഓണച്ചൻ ജോണങ്കിളിനെ നോക്കി ചിരിച്ചു. ഞാൻ നിങ്ങൾക്ക് എതിരായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. ഞങ്ങളുടെ ഇച്ചാച്ചനെ തട്ടാൻ പറഞ്ഞത് പിന്നെ ആർക്കെതിരായിട്ടാ? കറിയാക്കുട്ടി ചോദിച്ചു. നിങ്ങളെ ഒന്ന് തൂക്കി നോക്കാൻ ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. കാള സഹോദരന്മാരെ തൂക്കി നോക്കാനും ഇവിടെ ആളുണ്ടായോ? ഓണച്ചൻ ചോദിച്ചു. നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റു സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും കാണാം.